വർഷം 1963. അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനും ഇടയിലെ ശീതയുദ്ധം അതിൻ്റെ പരമകാഷ്ഠയിലെത്തി നിൽക്കുന്ന സമയം. അമേരിക്കൻ ഐക്യനാടുകളുടെ 35ാമത്തെ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡി വൈറ്റ് ഹൗസിലെ തൻ്റെ 1000 ദിനങ്ങൾ തികച്ച് മുന്നോട്ട് പോവുകയാണ്. അമേരിക്കയുടെ മിലിറ്ററി സ്പെൻഡിംഗ് ആകാശം പൊട്ടി നിൽക്കുന്നു. വിയറ്റ്നാം മണ്ണിലേക്ക് പറഞ്ഞുവിട്ട US മിലിറ്ററി അഡ്വൈസർമാരുടെ എണ്ണം 400-ൽ നിന്ന് 16,000-ലേക്ക് ഉയർന്നിട്ടുണ്ട്. ഫിഡൽ കാസ്ട്രോയെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ CIA ഗൂഢാലോചനയിൽ 1400-ലധികം വിമത പൗരന്മാരെ ക്യൂബയിലേക്ക് അയച്ചു നടത്തിയ ബേ ഓഫ് പിഗ്സ് ഇൻവേഷൻ അതിദയനീയമായി പാളിയതും അതേ തുടർന്ന് ഉടലെടുത്ത ക്യൂബൻ മിസൈൽ പ്രതിസന്ധി അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജിയോ പൊളിറ്റിക്കൽ ടെററായി മാറിയതും അതിനു പിന്നാലെ വാഷിംഗ്ടണിൽ നിന്ന് മോസ്കോയിലേക്ക് നേരിട്ടൊരു റെഡ് ഹോട്ട്ലൈൻ സ്ഥാപിതമായതും അമേരിക്കയ്ക്ക് LTBTയിൽ ഒപ്പിടേണ്ടി വന്നതുമെല്ലാം ഇതേ കെന്നഡി അഡ്മിനിസ്ട്രേഷന്റെ കാലത്ത് തന്നെയാണ്. അങ്ങനെ സംഭവബഹുലമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കെന്നഡി ഭരണത്തിന് 1963-ലെ ശൈത്യത്തിൽ, കൃത്യമായി പറഞ്ഞാൽ നവംബർ 22 ഉച്ചതിരിഞ്ഞ് 12:30-ഓടെ വിധി ഏറെ അവിചാരിതമായി തിരശ്ശീലയിട്ടു. അന്നേ ദിവസം ഡാലസിലെ എൽം സ്ട്രീറ്റിലൂടെ കടന്നുവന്ന പ്രസിഡന്റ് കെന്നഡിയുടെ മോട്ടോർ കൈഡിന് നേരെ വെടിവെപ്പുണ്ടായി. കഴുത്തിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ കെന്നഡി ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണത്തിന് കീഴടങ്ങി. കൊലയാളികൾ എത്ര പേരുണ്ടായിരുന്നു? എത്ര തവണ വെടിയുതിർക്കപ്പെട്ടു? എന്തായിരുന്നു കൊലപാതകത്തിനു പിന്നിലെ ചേതോവികാരം? കെന്നഡി കൊല്ലപ്പെട്ടതിന് പിന്നാലെ വരുന്ന സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് സംഭവം നടന്ന 6 പതിറ്റാണ്ടുകൾക്കിപ്പുറവും തൃപ്തികരമായ ഉത്തരങ്ങൾ ലഭ്യമായിട്ടില്ല. അമേരിക്ക കണ്ടതിൽ വെച്ച് ഏറ്റവും ജനപ്രിയ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡി ഇന്നേക്ക് 63 വർഷം മുമ്പ് ഒരു പട്ടാപ്പകൽ പൊതുജന മധ്യത്തിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടതിന്റെ കഥ. ആ കൊലപാതകം നടന്നതിന് തൊട്ടു പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട് ഇന്നും ഉത്തരമില്ലാതെ തുടർന്നു പോകുന്ന ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. കെന്നഡിയുടെ കൊലപാതകം പൂർത്തിയാകാനെടുത്തത് വെറും 6 സെക്കൻഡ് നേരമാണ്. എന്നാലും ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, ഇത്ര കൂലങ്കഷമായ വ്യവച്ഛേദനങ്ങൾക്കും തലങ്ങും വിലങ്ങുമുള്ള പുനരന്വേഷണങ്ങൾക്കും വിധേയമായിട്ടുള്ള മറ്റൊരു സംഭവവും ലോക ചരിത്രത്തിൽ തന്നെ കണ്ടെന്നു വരില്ല. അമേരിക്കൻ ജനതയെ പിടിച്ചുകുലുക്കിയ ഈ കൊലപാതകത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഇൻഫർമേഷൻ വാക്വം തുടക്കമിട്ടത് ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് തന്നെയാണ്. ഈ വിഷയത്തിൽ ലഭ്യമായിട്ടുള്ള റിസർച്ച് മെറ്റീരിയലുകളുടെ ബാഹുല്യം ആരെയും ഞെട്ടിക്കുന്നതാണ്. 2000-നും 3000-നും ഇടയിൽ പുസ്തകങ്ങളും 100 കണക്കിന് ഡോക്യുമെൻ്ററികളും സിനിമകളുമൊക്കെ ഇതുവരെ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നാണ് ഏകദേശ കണക്ക്. അതെല്ലാം പറഞ്ഞു പോകണമെങ്കിൽ വല്ലാത്തൊരു കഥയുടെ ഒരു ലക്കം തികയില്ല. അതുകൊണ്ട് പ്രസക്തമെന്ന് തോന്നിയത് ചിലത് മാത്രമാണ് ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു പോകാൻ ശ്രമിക്കുന്നത്. കെന്നഡിയുടെ കൊലപാതകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഇങ്ങനൊരു കൊലപാതകത്തിന് നിലവൊരുക്കിയ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഔദ്യോഗിക നയങ്ങളെക്കുറിച്ചുമൊക്കെ ആദ്യം തന്നെ സന്ദർഭോചിതമായി ഒന്ന് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. 1917 മെയ് 29 മസാച്യുസെറ്റ്സിലെ ബ്രൂക്ലൈൻ നഗരത്തിൽ ജോസഫ് കെന്നഡി സീനിയറിൻ്റെയും ഭാര്യ റോസ് ഫിറ്റ്സ്ജെറാൾഡ് കെന്നഡിയുടെയും 9 മക്കളിൽ രണ്ടാമനായിട്ടാണ് ജോൺ ഫിറ്റ്സ്ജെറാൾഡ് കെന്നഡി ജനിക്കുന്നത്. ചോർച്ച് സ്കൂളിലായിരുന്നു കെന്നഡിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം. മസാച്യുസെറ്റ്സിലെ മാത്രമല്ല, അമേരിക്കയിലെ തന്നെ സ്വാധീനമുള്ള രാഷ്ട്രീയക്കാരിൽ ഒരാളായിരുന്നു ജോണിൻ്റെ അച്ഛൻ ജോസഫ് കെന്നഡി. അമേരിക്കയുടെ SEC അഥവാ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ, അതായത് അവിടുത്തെ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന നമ്മുടെ നാട്ടിലെ സെബിക്ക് തുല്യമായ സ്ഥാപനത്തിൻ്റെ തലവനും ഗ്രേറ്റ് ബ്രിട്ടനിലേക്കുള്ള അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ അംബാസഡറുമൊക്കെ ആയിരുന്ന ഏറെ ലബ്ധപ്രതിഷ്ഠനായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ബിഗ് ഷോട്ട്. വളർന്നു വരുമ്പോൾ സ്വാഭാവികമായും അച്ഛൻ ജോസഫ് കെന്നഡി തന്നെയായിരുന്നു ജോണിൻ്റെ റോൾ മോഡൽ. 1938 ജൂനിയർ യൂണിവേഴ്സിറ്റി പൂർത്തിയാക്കുന്ന ജോൺ ലണ്ടനിലെ അമേരിക്കൻ എംബസിയിൽ ജോലിക്ക് ചേരാൻ വേണ്ടി അവിടേക്ക് പോകുന്നു. അപ്പോഴേക്കും 2ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് തിരികെ വരേണ്ടി വരികയും ചെയ്യുന്നു. മടങ്ങി വന്ന ശേഷം അദ്ദേഹം ഹാർവർഡിൽ തൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫിയിലെ താല്പര്യങ്ങളെ പിന്തുടർന്നു. അപ്പീസ്മെൻറ്റ് ഇൻ മ്യൂണിക് എന്ന ശീർഷകത്തിൽ അദ്ദേഹം എഴുതിയ പ്രബന്ധം മ്യൂണിക് ഉടമ്പടി കാലത്ത് നടന്ന ബ്രിട്ടീഷ് നെഗോസിയേഷൻസിനെ ആസ്പദമാക്കിയുള്ളതായിരുന്നു. അതേ കൊല്ലം തന്നെ അത് വൈ ഇംഗ്ലണ്ട് സ്ലെപ്റ്റ് എന്ന പേരിലൊരു പുസ്തകമായും അച്ചടിച്ചിറങ്ങി. 2ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് ആദ്യമിറങ്ങിയ വിശകലന ഗ്രന്ഥങ്ങളൊന്നായിരുന്നതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ ബെസ്റ്റ് സെല്ലർ പട്ടികയിലും അന്ന് ഇടം പിടിക്കുന്നുണ്ട്. 1940 കെന്നഡി ഹാർവർഡ് സർവകലാശാലയിൽ നിന്ന് ഇൻ്റർനാഷണൽ അഫയേഴ്സിൽ മികച്ച ഗ്രേഡോടുകൂടി തൻ്റെ ബാച്ചുലർ ഓഫ് ആർട്സ് ബിരുദം പൂർത്തിയാക്കുന്നു. സീനിയർ കെന്നഡി അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം വരെ നീളുന്ന രാഷ്ട്രീയത്തിലെ തൻ്റെ ഭാവി മോഹങ്ങൾക്ക് വേണ്ടി മനസ്സിൽ കണ്ടിരുന്നത് മൂത്ത മകനായ ജോ ജൂനിയർ കെന്നഡിയായിരുന്നു. എന്നാൽ 1944 ജോ കെന്നഡിയുടെ അവിചാരിതമായിട്ടുള്ള നിര്യാണത്തിന് ശേഷം കുടുംബത്തിലെ അടുത്ത മൂത്ത സന്തതി എന്ന നിലയ്ക്ക് സ്വാഭാവികമായും ജോൺ എഫ് കെന്നഡിക്ക് ആ സ്ഥാനത്തേക്ക് കയറിയിരിക്കേണ്ടി വന്നു. തൻ്റെ മകനെ ആദ്യം സൈന്യത്തിലേക്കും പിന്നീട് ജേർണലിസത്തിലേക്കും അവിടെ നിന്ന് അവാർഡ് വിന്നിംഗ് ഓഥർ എന്ന ഇമേജിലേക്കും അധികം വൈകാതെ കോൺഗ്രസ്, സെനറ്റ് എന്നിങ്ങനെയുള്ള രാഷ്ട്രീയ പരിശീലന കളരികളിലേക്കുമൊക്കെ ഇൻഡക്റ്റ് ചെയ്യാൻ വേണ്ടി
ജോസഫ് കെന്നഡി 1950-കളിൽ തൻ്റെ പക്കലുണ്ടായിരുന്ന അളവറ്റ സമ്പത്തും സ്വാധീനവും ഒക്കെ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നു. അതിൻ്റെ ഫലത്തിൽ ജോൺ ആദ്യം കോൺഗ്രസിലും പിന്നാലെ സെനറ്റിലുമെത്തി. ആദ്യത്തെ കുറേ വർഷങ്ങൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ ഗോതയിൽ പയറ്റി തെളിയാനുള്ള പരിശീലന കാലമായിരുന്നു. വീണും എഴുന്നേറ്റും കൊണ്ടും കൊടുത്തും പതിയെ കെന്നഡി ഒരു ഫ്യൂച്ചർ പ്രസിഡന്റ് മെറ്റീരിയൽ എന്ന നിലയിലേക്ക് ഉയർന്നു വന്നു. ഒടുവിൽ ആറ്റുനോറ്റിരുന്ന ആ സന്ദർഭവും വന്നെത്തി. 1960 ജനുവരി 2-ാം തീയതി ജോൺ എഫ് കെന്നഡി ആ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പക്ഷത്തു നിന്ന് താൻ മത്സരിക്കുന്ന വിവരം പ്രഖ്യാപിച്ചു. അന്ന് സ്വന്തം പാർട്ടിയിലെ ലിൻഡൻ ജോൺസൺ അടക്കം പലരിൽ നിന്നും അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വത്തിന് മത്സരം നേരിടേണ്ടി വന്നു. ട്രൂമാൻ അടക്കം പലരും കെന്നഡിയുടെ പരിചയക്കുറവ് ഉയർത്തിക്കാട്ടി ഇതിനെ എതിർത്തുവെങ്കിലും ഒടുവിൽ റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റായ റിച്ചാർഡ് നിക്സണെതിരെ മത്സരിക്കാനുള്ള അവസരം കെന്നഡിയെ തേടി എത്തുക തന്നെ ചെയ്തു. തുടക്കത്തിൽ പോരാട്ടം ഇഞ്ചോടിഞ്ച് പോയിക്കൊണ്ടിരുന്നു. ആ ഫോളിലെ ജനറൽ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ തുടക്കത്തിൽ നിക്സൺ 6 പോയിന്റ് ലീഡിലാണുള്ളത്. തെരഞ്ഞെടുപ്പിൽ പക്ഷേ നിർണായകമായിട്ടുള്ളൊരു ഘടകം അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് അരങ്ങേറിയ ടെലിവൈസ്ഡ് ഡിബേറ്റുകളാണ്. സെപ്റ്റംബർ 26 നടന്ന ആദ്യത്തെ ഡിബേറ്റ് ഏതാണ്ട് 7 കോടി അമേരിക്കൻ വോട്ടർമാർ, അതായത് അന്നത്തെ ടോട്ടൽ ഇലക്ട്രേറ്റിൻ്റെ 2/3 പേർ ടെലിവിഷനിലൂടെ ലൈവായിട്ട് കണ്ടു. ഈ ഡിബേറ്റിന് നിക്സനേക്കാൾ ഹോംവർക്ക് ചെയ്ത് പോയത് കെന്നഡിയാണ് എന്ന് പറയേണ്ടി വരും. ഡിബേറ്റ് നടക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ സ്റ്റുഡിയോയിലെത്തുന്ന കെന്നഡി അവിടെയുള്ള ടെക്നീഷ്യന്മാരോട് ക്യാമറ ആംഗിളുകളെ പറ്റിയും സെറ്റ് ഡിസൈനിനെ കുറിച്ചും ഒക്കെ വിശദമായി ചോദിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിബേറ്റ് നടക്കുന്ന സമയത്ത് കൃത്യമായി ക്യാമറകളെ നോക്കി സംസാരിക്കാൻ കെന്നഡിക്ക് സാധിച്ചു. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണെന്ന് കൃത്യമായി ചോദിച്ചറിഞ്ഞ ശേഷം അതിന് ചേരുന്ന നിറത്തിലുള്ള ഷർട്ട് പോലും ധരിച്ചാണ് കെന്നഡി ഡിബേറ്റിൽ എത്തിച്ചേരുന്നത്. നിക്സൺ ആണെങ്കിൽ കാൽമുട്ടിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന കാലമാണ്. അദ്ദേഹം ഡിബേറ്റിന് വന്നപ്പോൾ ധരിച്ച ലൈറ്റ് ബ്ലൂ ഷർട്ട് ഗ്രേ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലെൻഡായി പോകുന്ന തരത്തിലുള്ളതായിരുന്നു. നിക്സന്റെ നോട്ടം കെന്നഡിയുടേതിന് വിപരീതമായി ക്യാമറയ്ക്ക് പകരം ചോദ്യം ചോദിക്കുന്ന റിപ്പോർട്ടർമാർക്ക് നേരെ ആയിരുന്നു എന്നതും ആ ടെലിവൈസ് ഡിബേറ്റിൽ അദ്ദേഹത്തിന് ദോഷം ചെയ്തു. ആദ്യത്തെ ഈ ഡിബേറ്റ് ഉണ്ടാക്കിയ ഓളത്തിൽ മാത്രം ആ തെരഞ്ഞെടുപ്പിൽ കെന്നഡിക്ക് ഏറ്റവും ചുരുങ്ങിയത് 20 ലക്ഷം വോട്ടുകളെങ്കിലും അധികമായി കിട്ടിയെന്നാണ് ഏകദേശ കണക്ക്. 20-ാം നൂറ്റാണ്ടിലെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ മത്സരങ്ങളിൽ ഒന്ന് തന്നെയാണ് അന്ന് നിക്സണും കെന്നഡിക്കും ഇടയിൽ നടന്നത്. ഒടുവിൽ ഫലം വന്നപ്പോൾ തൻ്റെ 43-ാമത്തെ വയസ്സിൽ ജോൺ എഫ് കെന്നഡി അമേരിക്കയുടെ ചരിത്രത്തിൽ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടെത്തുന്ന ഏറ്റവും ചെറുപ്പക്കാരനായ പ്രസിഡന്റായിട്ട് മാറുന്നു. ആസ്ക് നോട്ട് വാട്ട് യുവർ കൺട്രി ക്യാൻ ഡു ഫോർ യു, ആസ്ക് വാട്ട് യു ക്യാൻ ഡു ഫോർ യുവർ കൺട്രി എന്ന വിപ്ലവകരമായിട്ടൊരു ആഹ്വാനമായിരുന്നു 1961 ജനുവരി 20 നടത്തിയ തൻ്റെ സത്യപ്രതിജ്ഞാ പ്രസംഗത്തിൽ കെന്നഡി തൻ്റെ രാജ്യത്തെ പൗരന്മാരോട് നടത്തിയത്. അധികാരം ഏറ്റെടുത്ത ശേഷം കെന്നഡി വൈറ്റ് ഹൗസിലെ ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റത്തെ പാടെ ഉടച്ചു വാർക്കുന്നു. ഐസൻഹോവർ പിന്തുടരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ആരക്കാലുകളെല്ലാം കേന്ദ്രത്തിലിരിക്കുന്ന പ്രസിഡന്റിലേക്ക് നീളുന്ന ഒരു ചക്രത്തിൻ്റെ മാതൃകയിലായിരുന്നു കെന്നഡിയുടെ ഭരണ സംവിധാനം പ്രവർത്തിച്ചിരുന്നത്. ക്യാബിനറ്റിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടായിരുന്നുവെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ പ്രസിഡന്റ് ആശ്രയിച്ചിരുന്നത് തൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസിനെ മാത്രമാണ്. നെപ്പോട്ടിസം ആക്ഷേപങ്ങൾ ഉയർന്നു വന്നതിനെ അവഗണിച്ചുകൊണ്ട് ജോസഫ് കെന്നഡിയുടെ നിർദ്ദേശപ്രകാരം അനുജൻ റോബർട്ട് കെന്നഡിയെ അന്ന് US അറ്റോർണി ജനറലായിട്ടും നിയമിക്കുന്നുണ്ട് കെന്നഡി. അമേരിക്ക അന്നോളം കണ്ടിട്ടുള്ള പ്രസിഡന്റുമാരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിരുന്നു അദ്ദേഹം. ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും സ്റ്റേജിലുമൊക്കെ വല്ലാത്തൊരു തരം കരിസ്മയുള്ള മനുഷ്യൻ. പൊതുജനങ്ങളോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ അദ്ദേഹം പാഴാക്കിയിരുന്നില്ല. പ്രസിഡന്റ് കെന്നഡിയെ ജനങ്ങൾക്കും വലിയ ഇഷ്ടമായിരുന്നു, സ്നേഹമായിരുന്നു. സുന്ദരിയായ ഭാര്യ ജാക്വലിൻ കെന്നഡിക്കും കുട്ടികൾക്കുമൊപ്പമുള്ള ആകർഷകങ്ങളായിട്ടുള്ള ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയേറ്റി. 60കൾ അമേരിക്ക വലിയൊരു മാറ്റത്തിലൂടെ കടന്നു പോകുന്ന കാലമാണ്. രാജ്യം അപ്പോഴേക്കും ഒരു ഗ്ലോബൽ സൂപ്പർ പവറായിട്ട് മാറിക്കഴിഞ്ഞു. ശീതയുദ്ധം അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ ഐസൻഹോവറിൽ നിന്ന് അധികാരം ഏറ്റെടുത്ത ജോൺ എഫ് കെന്നഡി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത് കമ്മ്യൂണിസ്റ്റത്തെ കണ്ടെയ്ൻ ചെയ്യാനുള്ള നയങ്ങൾ തന്നെയാണ്. പക്ഷേ കെന്നഡിയുടെ നയവും ഐസൻഹോവറിൻ്റെ നയവും തമ്മിൽ കാതലായിട്ടുള്ളൊരു വ്യത്യാസമുണ്ടായിരുന്നു. ഐസൻഹോവർ അഡ്മിനിസ്ട്രേഷൻ്റെ കാലത്തെ US നിലപാട് അറിയപ്പെട്ടിരുന്നത് മാസീവ് റിറ്റാലിയേഷൻ ഡോക്ട്രൈൻ എന്നാണ്. അതായത് സോവിയറ്റ് യൂണിയൻ്റെ പക്ഷത്തു നിന്ന് എന്ത് കടന്നാക്രമണം ഉണ്ടായാലും അതിന് മറുപടി ഒന്നേ ഉള്ളൂ, തിരിച്ചങ്ങോട്ട് അണുബോംബ് പ്രയോഗിക്കുക. പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ യുഗത്തിൽ ഈ പോളിസി വളരെ ദുഷ്കരമായ ഒന്നാണ് എന്ന് കെന്നഡി മനസ്സിലാക്കുന്നു. പ്രകോപനങ്ങൾ ഇനിയും ഒരുപാട് സോവിയറ്റ് പക്ഷത്തു നിന്ന് ഉണ്ടായെന്ന് വരാം. പക്ഷെ അപ്പോഴൊക്കെ അമേരിക്ക തിരികെ ആണവ ആക്രമണം നടത്തുക എന്ന് പറയുന്നത് ഒന്നാമത് മനുഷ്യത്വമല്ല, രണ്ടാമത് അതിൻ്റെ ആവശ്യമില്ല. ആ തിരിച്ചറിവിൽ കെന്നഡി ഫ്ലെക്സിബിൾ റെസ്പോൺസ് എന്ന പേരിൽ മിഡിൽ ഗ്രൗണ്ട് പിടിക്കുന്ന കുറെ കൂടി പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള പോളിസികൾ മുന്നോട്ട് വയ്ക്കുന്നു. പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്ത് ഓവൽ ഓഫീസിൽ എത്തിയപാടെ കെന്നഡിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടിരുന്നു. തൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസ് മേധാവികൾ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതുപോലെ ലോക ഭൂപടത്തിൽ കയറി മേയുകയാണ്. പണ്ട് പരമരഹസ്യമായി മാത്രം നീക്കുപോക്കുകൾ നടത്തിയിരുന്ന പല കാര്യങ്ങളിലും ഇപ്പോൾ പകൽ വെളിച്ചത്തിൽ ഒരു അവധാനതയും കൂടാതെയാണ് ഇടപാടുകൾ. ഉദാഹരണത്തിന് മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര യുദ്ധങ്ങളിൽ പക്ഷം പിടിച്ച് ഫണ്ടിങ് നടത്തുക, അമേരിക്കയിൽ നിന്ന് ആയിരക്കണക്കിന് മൈൽ അകലെ കിടക്കുന്ന പല രാജ്യങ്ങളിലെയും ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക, ജനാധിപത്യ രാജ്യങ്ങളിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത് അധികാരമേൽപ്പിച്ച ഭരണത്തലവന്മാരെ അവരെത്ര ജനകീയരാണ് എങ്കിലും അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിലങ്ങുതടിയായാൽ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഗൂഢാലോചന നടത്തുക. ഇതൊക്കെ എത്രയോ കാലമായിട്ട് അമേരിക്ക നടത്തിക്കൊണ്ടുവരുന്ന പരിപാടികൾ തന്നെയാണ്. പണ്ട് പക്ഷേ അതിനൊരു ഒളിവും മറയും ഒക്കെ ഉണ്ടായിരുന്നു.
വന്ന് ആ രഹസ്യ സ്വഭാവം നഷ്ടമായിട്ടുണ്ട് അമേരിക്കയ്ക്ക് എന്ന് കെന്നഡിക്ക് തോന്നി. ഒരു ഗ്ലോബൽ സൂപ്പർ പവർ എന്ന നിലയിലുള്ള അമേരിക്കൻ ശക്തിയുടെ ആ ദുരുപയോഗം താൻ അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം വെച്ചു പൊറുപ്പിക്കില്ല എന്ന് അദ്ദേഹം തീരുമാനമെടുക്കുകയും ചെയ്തു. അതോടെ അധികാരത്തിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിൽ നിന്ന് തലകൾ ഉരുണ്ടു തുടങ്ങി. വിദേശ മണ്ണിൽ ഓവൽ ഓഫീസ് പോലും അറിയാതെ കോവട്ട് ഓപ്പറേഷനുകൾ നടത്തി ലോക നേതാക്കളെ കൊന്നുകൊണ്ടിരുന്ന CIA ടോപ്പ് ലീഡർഷിപ്പിനാണ് ആദ്യം പ്രഹരമേൽക്കുന്നത്. പിന്നാലെ സൈന്യത്തിലെയും രഹസ്യാന്വേഷണ സേനകളിലെയും നയതന്ത്ര വകുപ്പിലെയും പല ഉന്നതർക്കും സ്ഥാനചലനമുണ്ടായി. ഒരർത്ഥത്തിൽ വയലൻസിന് മീതെ നയതന്ത്രത്തെ പ്രതിഷ്ഠിക്കാനാണ് കെന്നഡി ശ്രമിച്ചത്. വിയറ്റ്നാം, ക്യൂബ അടക്കമുള്ള പ്രതിസന്ധി മൂർച്ഛിച്ച പല ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കാനിരുന്ന പല രഹസ്യ ദൗത്യങ്ങളും അതോടെ പാളി. അമേരിക്കൻ സൈനിക, ചാര, രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇത് ശക്തമായിട്ടുള്ള കെന്നഡി വിരുദ്ധ വികാരം തന്നെ ഉണ്ടാക്കി. കെന്നഡിയുടെ കൊലപാതകത്തിലേക്ക് വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചത് അതൊക്കെയും ആ കൊലപാതകത്തെ വിലയിരുത്താൻ ആവശ്യമായിട്ടുള്ള കോണ്ടെക്സ്റ്റ് പകരുന്ന കാര്യങ്ങളാണ് എന്നതുകൊണ്ടാണ്. അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിലെ അഭിശപ്തമായ ദിവസത്തിലേക്ക് നമുക്കൊരിക്കൽ കൂടി മടങ്ങിച്ചെല്ലാം. 1964 വരാനിരുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു ടേമിന് കൂടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കെന്നഡി. തെരഞ്ഞെടുപ്പ് ഒരു വർഷം അകലെ ആയിരുന്നുവെങ്കിലും ക്യാമ്പയിൻ പ്രയത്നങ്ങൾ കാലെക്കൂട്ടി തുടങ്ങിയിരുന്നു അദ്ദേഹം. അമേരിക്കയിലെ 50 സ്റ്റേറ്റുകളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒന്നാണ് 25 ഇലക്ട്രൽ വോട്ടുകളുള്ള ടെക്സസ്. ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഉത്തർപ്രദേശ് എങ്ങനെയോ അത്രയ്ക്ക് പ്രധാനമാണ് ഇവിടുത്തെ റിസൾട്ട്. 1960 തെരഞ്ഞെടുപ്പിൽ കെന്നഡിക്ക് ടെക്സസിൽ ഭൂരിപക്ഷം കിട്ടാൻ കുറച്ചൊന്നുമല്ല വിയർക്കേണ്ടി വന്നത്. അന്ന് ലിൻഡൻ ജോൺസൺ കാര്യമായി പണിയെടുത്തുകൊണ്ട് മാത്രമാണ് അത് സാധിച്ചത്. ഇത്തവണ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റുകളോട് കെന്നഡി പുലർത്തിയിരുന്ന സോഫ്റ്റ് കോർണർ കാരണം ടെക്സസ് പോലെ പല സ്റ്റേറ്റുകളിലും കെന്നഡിയുടെ പോപ്പുലാരിറ്റിക്ക് ഇടിവ് വന്നായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ടെക്സസിലാണ് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ലിബറൽ കൺസർവേറ്റീവ് പക്ഷങ്ങൾക്കിടയിലെ പിളർപ്പും രൂക്ഷമാണ്. ടെക്സസ് സ്വദേശിയായിട്ടുള്ള കൺസർവേറ്റീവ് നേതാവ് ലിൻഡൻ ജോൺസൺ ആണ് കെന്നഡി ക്യാമ്പിലെ വൈസ് പ്രസിഡന്റ്. അടുത്ത ഊഴത്തിലെയും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി അയാൾ തന്നെയാണ്. ഈ ലിൻഡൻ ജോൺസണും ലിബറൽ ചായ്വുള്ള ടെക്സൻ സെനറ്റർ റാൽഫ് യാൽബ്രോവും തമ്മിൽ അന്ന് ഒട്ടും രസത്തിലല്ലാതിരിക്കുകയാണ്. അവർക്കിടയിലെ മഞ്ഞുരുക്കുക, പിന്നെ ടെക്സസിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് താൻ ഒരിക്കൽ കൂടി ജനവിധി തേടുന്നുണ്ട് എന്ന കാര്യം പരമാവധി എത്തിക്കുക എന്നിങ്ങനെ ലക്ഷ്യങ്ങൾ പലതായിരുന്നു ആ ടെക്സസ് ടൂറിന്. 3 മാസം മുമ്പാണ് കെന്നഡി ദമ്പതികൾക്ക് മാസം തികയാതെ ജനിച്ച പാട്രിക് വെറും 39 മണിക്കൂർ നേരം മാത്രം ജീവനോടെ ഇരുന്ന ശേഷം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖം മൂർച്ഛിച്ച് അവർ വിട്ടുപോയത്. അതിൻ്റെ സങ്കടത്തിലായിരുന്ന ജാക്കുലിൻ അതിനൊരൽപ്പം ആശ്വാസം ഉണ്ടാവട്ടെ എന്ന് കരുതി കൂടിയാണ് ടെക്സസ് ട്രിപ്പിന് ഭർത്താവിനെ അനുഗമിക്കുന്നത്. ആദ്യ ദിവസമായ നവംബർ 21 മെഡിക്കൽ എയറോസ്പേസ് റിസർച്ച് ഹബ്ബുകളായിട്ടുള്ള സാൻ ആന്റോണിയോ, ഹ്യൂസ്റ്റൺ, ഫോർട്ട് വർത്ത് എന്നിവിടങ്ങൾ സന്ദർശിക്കും. രണ്ടാം ദിവസം രാവിലെ ഫോർട്ട് വർത്തിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം പ്രസിഡന്റ് ഡാലസിലെത്തി പല ഗ്രൂപ്പുകളുമായിട്ടും ഓവർ ദ ലഞ്ച് ചർച്ചകൾ നടത്തും. അന്ന് വൈകുന്നേരം ഓസ്ട്രേലിയയിൽ വലിയൊരു ഫണ്ട് റൈസർ ഡിന്നറും പ്ലാൻ ചെയ്തിട്ടുണ്ട്. മൂന്നാം ദിവസം ജോൺസൺ സിറ്റിക്ക് അടുത്തുള്ള ലിൻഡൻ ബി ജോൺസൺ റാഞ്ചിൽ ആ യാത്രയ്ക്ക് പര്യവസാനമാകും. ഇത്രയുമായിരുന്നു പ്ലാൻ. ആ പ്ലാൻ പ്രകാരം തന്നെ ട്രിപ്പ് പുരോഗമിച്ചു. അതിന് പ്രകാരം രണ്ടാം ദിവസമായിട്ടുള്ള 1963 നവംബർ 22 വെള്ളിയാഴ്ച രാവിലെ 11:37 ഇവർ സഞ്ചരിച്ച ജെറ്റ് വിമാനം ഡാലസ് എയർപോർട്ടിൽ ടച്ച് ഡൗൺ ചെയ്തു. പ്രസിഡന്റിനൊപ്പം ഭാര്യ ജാക്വലിൻ കെന്നഡിയും ടെക്സസ് ഗവർണർ ജോൺ കോന്നലിയും ഭാര്യ നെല്ലി കോന്നലിയും കൂടി ആ വിമാനത്തിലുണ്ടായിരുന്നു. അവിടെ നിന്നൊരു മോട്ടോർക്കേഡ് അഥവാ വാഹന ഘോഷയാത്രയായി അന്നത്തെ ലഞ്ചൻ സ്പീച്ച് നടക്കുന്നിടത്തേക്ക് പോകാനായിരുന്നു അവരുടെ പ്ലാൻ. ഈ റോഡ് യാത്രയ്ക്ക് വേണ്ടി കെന്നഡി തിരഞ്ഞെടുത്ത വാഹനം ഒരു സാധാരണ കാറല്ലായിരുന്നു. SS-100X എന്ന രഹസ്യപ്പേരിൽ സീക്രട്ട് സർവീസ് വിളിച്ചിരുന്ന ഒരു 1961 ലിങ്കൺ കോണ്ടിനെൻ്റൽ കൺവെർട്ടബിൾ ലിമോസിൻ ആയിരുന്നു അത്. അതിലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇനി പറയും വിധമായിരുന്നു. കാറിൻ്റെ മുൻവശത്ത് ഇടതുഭാഗത്തായിട്ടുള്ള ഡ്രൈവിംഗ് സീറ്റിൽ അമേരിക്കൻ സീക്രട്ട് ഏജൻ്റ് ആയിട്ടുള്ള വില്യം ഗ്രീർ, ആ സീറ്റിൻ്റെ വലത്തുള്ള ഫ്രണ്ട് കോ പാസഞ്ചർ സീറ്റിൽ കെന്നഡിയുടെ അന്നത്തെ ഡാലസ് ട്രിപ്പ് ഡീറ്റെയിലിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള സീക്രട്ട് ഏജൻറ്റ് റോയ് കെല്ലർമാൻ. പ്രസിഡൻഷ്യൽ ബെഞ്ച് എന്നറിയപ്പെടുന്ന ബാക്ക് റോയിലെ 2 സീറ്റുകളിൽ വലതുവശത്ത് പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി, ഇടത്തെ സീറ്റിൽ ഭാര്യ ജാക്വലിൻ കെന്നഡി. തൊട്ടുമുന്നിലെ 2 ജംപ് സീറ്റുകളിൽ വലത്തേതിൽ ടെക്സസ് ഗവർണർ ജോൺ കോന്നലി, ഇടത്തെ സീറ്റിൽ അയാളുടെ ഭാര്യ നെല്ലി കോന്നലി. ഇങ്ങനെയായിരുന്നു കെന്നഡി സഞ്ചരിച്ച ഓപ്പൺ ലിമോസിനിലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. ആ പ്രസിഡൻഷ്യൽ മോട്ടോർക്കേഡിൽ ഈ ലിമോസിൻ്റെ മുന്നിലും പിന്നിലും വശങ്ങളിലുമായി സുരക്ഷാ വാഹനങ്ങളും ലോക്കൽ രാഷ്ട്രീയ നേതാക്കൾ, മാധ്യമപ്രവർത്തകർ എന്നിവരുടെ വണ്ടികളും പോലീസ് ബൈക്കുകളും തുടങ്ങി നിരവധി വാഹനങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. ഡാലസിൻ്റെ നിരത്തുകളിലൂടെ ഇങ്ങനെയൊരു പര്യടനത്തിന് തീയതി നിശ്ചയിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ലഞ്ചിൻ്റെ വെന്യൂ ഏതായിരിക്കണമെന്ന കാര്യത്തിൽ അതിൻ്റെ സംഘാടകർക്ക് ഒരു അഭിപ്രായ ഐക്യം ഉണ്ടായിരുന്നില്ല. പല സ്ഥലങ്ങളും പലരും നിർദ്ദേശിച്ച് അതിന്മേൽ ചർച്ചകൾ നടന്ന ഒടുവിൽ 2 ഓപ്ഷനുകളിലേക്ക് അത് ചുരുങ്ങി. ഒന്ന്, ഡൗൺ ടൗൺ ഡാലസിൻ്റെ വടക്ക് പടിഞ്ഞാറ് കിടക്കുന്ന ട്രേഡ് മാർട്ട്. 2, ഡാലസിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിമൻസ് ബിൽഡിംഗ്. ഡാലസിൽ കെന്നഡി സംസാരിക്കുന്നെങ്കിൽ അത് ട്രേഡ് മാർട്ടിൽ എന്ന് കട്ടായം പറഞ്ഞവരിൽ പ്രമുഖൻ ഗവർണർ കോണലി തന്നെയായിരുന്നു. നവംബർ 14 കൂടി തർക്കങ്ങൾ അവസാനിച്ചു. വെന്യൂ ട്രേഡ് മാർട്ട് തന്നെ എന്ന് തീരുമാനിക്കപ്പെടുന്നു. ട്രേഡ് മാർട്ടിന് പകരം അന്ന് വിമൻസ് ബിൽഡിംഗ് ആയിരുന്നു വെന്യൂ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് എങ്കിൽ
അന്നത്തെ പ്രസിഡൻസ് മോട്ടോർക്കേഡ് യാത്ര പോകുന്ന ദിശ തന്നെ മറ്റൊന്നായിരുന്നേനെ. വെടിവെപ്പ് നടന്ന ബുക്ക് ഡെപ്പോസിറ്ററിക്ക് ലംബമായി കൂടെ അകലെ കൂടി ആയിരുന്നേനെ ഈ വാഹന വ്യൂഹത്തിൻ്റെ പോക്ക്. അതങ്ങനെ ആയിരുന്നുവെങ്കിൽ സ്നൈപ്പർ ഗണ്ണിലൂടെ വെടിയുതിർത്ത കൊലയാളിക്കും കെന്നഡിക്കും ഇടയിൽ ജാക്വലിൻ കെന്നഡി എന്നൊരു തടസ്സം ഉണ്ടായിരുന്നേനെ. വെന്യൂ ട്രേഡ് മാർട്ട് ആയതോടെ മോട്ടോർക്കേഡിന് മെയിൻ സ്ട്രീറ്റിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് ഡീലി പ്ലാസയുടെ മുന്നിൽ നിന്ന് പിന്നെയും ടേണുകൾ എടുത്ത് ഫ്രീവേയുടെ വഴക്കോട്ടുള്ള ലൈനുകൾ പിടിക്കേണ്ടി വന്നു. ഇനി വെന്യൂ ട്രേഡ് മാർട്ട് ആണെങ്കിൽ തന്നെ ഇപ്പോൾ പറഞ്ഞ റൂട്ടിലൂടെ പോകാതെ ഡീലി പ്ലാസയുടെ അവിടെ നിന്ന് നേരെ വെച്ച് പിടിച്ച് ഫ്രീവേ ഉപയോഗിക്കാതെ പോയിരുന്നുവെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ വളവും തിരിവും ഒക്കെ ഒഴിവാക്കാനായിരുന്നേനെ. എന്നാൽ ഫ്രീവേയിലൂടെയുള്ള യാത്ര കൂടുതൽ ആകർഷകമാണ് എന്നതുകൊണ്ട് കെന്നഡിയും സംഘവും ആ റൂട്ട് തന്നെ ഉറപ്പിക്കുകയായിരുന്നു ഒടുവിൽ. ഇത്രയും പറഞ്ഞു വെച്ചത് കെന്നഡിക്ക് നേരെ നടന്ന ആ കൊലപാതക ശ്രമം വിജയിച്ചതിന് പിന്നിലെ ഒരു പ്രധാന ഘടകം ബാങ്ക്വറ്റിൻ്റെ വെന്യൂ ട്രേഡ് മാർട്ടായിട്ട് ഉറപ്പിച്ചതാണ് എന്ന് സൂചിപ്പിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം നടന്ന ശേഷം അന്വേഷകരുടെ സംശയത്തിൻ്റെ മുൾമുന ആദ്യം നീളേണ്ടിയിരുന്നത് വെന്യൂ ട്രേഡ് മാർട്ട് തന്നെ മതി എന്ന് വാശി പിടിച്ച് നടപ്പിലാക്കിയ ഗവർണർ കോണലിക്ക് നേരെ തന്നെയാണ്. എന്നാൽ അങ്ങനെ വരാതിരുന്നത് മോട്ടോർക്കേഡിൽ കെന്നഡിക്ക് തൊട്ടു മുമ്പിലുള്ള ജംപ് സീറ്റുകളിൽ ഇരിപ്പുറപ്പിച്ചത് കോണലിയും ഭാര്യയും തന്നെ ആയിരുന്നതുകൊണ്ടാണ്. കെന്നഡിക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ അതിലൊരു വെടിയുണ്ട കോണലിയുടെ ദേഹത്തും തുളച്ചു കയറുകയും അദ്ദേഹത്തിനും ഗുരുതര പരിക്കുകൾ ഏൽക്കുകയും ചെയ്തിരുന്നു. എന്ന് മാത്രമല്ല, ഇങ്ങനെ ചുറ്റിവളഞ്ഞ് നഗരം പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ഒരു മോട്ടോർക്കേഡിന് അന്ന് കോണലി എതിരായിരുന്നു. എയർപോർട്ടിൽ നിന്ന് നേരെ ട്രേഡ് മാർട്ടിലേക്ക് എത്തിപ്പെടുന്ന മറ്റൊരു ഡയറക്റ്റ് റൂട്ടിൽ പോകാമെന്നായിരുന്നു അദ്ദേഹം നിർദ്ദേശിച്ചത്. അതിന് വെട്ടിയത് സാക്ഷാൽ കെന്നഡി തന്നെയാണ്. മോട്ടോർക്കേഡ് പോലെ പതുക്കെ നീങ്ങുന്ന ഒരു വാഹന വ്യൂഹത്തിൽ തുറന്ന കാറിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളെ കൈവീശി കാണിക്കണമെന്നും അതിലൂടെ പരമാവധി പബ്ലിസിറ്റി തന്നെ ഉണ്ടാകണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി കയ്യെത്തും ദൂരത്ത് വരിവരിയായിട്ട് നിൽക്കുന്ന ജനങ്ങൾ, റോഡരികിലെ ബഹുനില കെട്ടിടങ്ങളുടെ തുറന്ന ജനാലകളിൽ നിന്ന് താഴേക്ക് നോക്കി നിൽക്കുന്ന കുറേയധികം പേർ വേറെയും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റി നൈറ്റ്മെയർ തന്നെയായിരുന്നു സുരക്ഷാ ചുമതലയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ മോട്ടോർക്കേഡ് റൈഡ്. അതിനു പുറമെ തനിക്കും ജനങ്ങൾക്കും ഇടയിൽ സുരക്ഷയുടെ പേരിൽ പോലും ആരും മറയായിട്ടുണ്ടാകരുത് എന്ന് കരുതിയിരുന്ന കെന്നഡിയിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പ്രസിഡന്റ് ലിമോസിനിൽ ഒരു സീക്രട്ട് ഏജന്റ് പോലും ഉണ്ടാകരുത് എന്ന കർശനമായിട്ടുള്ള ഉത്തരവും കിട്ടിയിരുന്നു. പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞു വിലക്കിയിട്ടും സീക്രട്ട് ഏജന്റ് ക്ലിന്റ് യാത്രക്കിടയിൽ തിരക്കേറിയ ചില സ്ഥലങ്ങളിൽ പ്രസിഡൻഷ്യൽ ലിമോസിൻ്റെ പിന്നിൽ വലിഞ്ഞു കയറുന്നുണ്ട്. പക്ഷേ നിർണായകമായിട്ടുള്ള ഈ ടെക്സസ് ബുക്ക് ഡെപ്പോസിറ്ററി ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും കാര്യങ്ങൾ നിയന്ത്രണാധീനമാണ് എന്ന് തോന്നി ഏജന്റ് ക്ലിന്റ് അകമ്പടി വാഹനത്തിലേക്ക് തിരിച്ചു കയറുകയായിരുന്നു. ഡാലസ് ലോഫീൽഡ് എയർപോർട്ടിൽ നിന്ന് തുടങ്ങി പ്രസിഡന്റ് ലഞ്ചൻ സ്പീച്ച് കൊടുക്കാനിരുന്ന ഡാലസ് ട്രേഡ് മാർട്ട് ബിൽഡിംഗ് വരെ നീളുന്ന ഏതാണ്ട് 16 കിലോമീറ്റർ ദൂരമാണ് ഈ മോട്ടോർക്കേഡിന് കവർ ചെയ്യാനുണ്ടായിരുന്നത്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം പേരെങ്കിലും യാത്ര കാണാനും പ്രസിഡന്റ് കെന്നഡിയെ അഭിവാദനം ചെയ്യാനും വേണ്ടി റോഡരികിൽ അണിനിരക്കുമെന്ന് ഉറപ്പായിരുന്നതുകൊണ്ട് ആളുകൾക്ക് കെന്നഡിയെ വേണ്ട പോലെ കാണാൻ അവസരം കിട്ടുന്ന വിധത്തിൽ പരമാവധി വേഗം കുറച്ച് മണിക്കൂറിൽ 10-15 കിലോമീറ്റർ വേഗത്തിൽ ഏതാണ്ട് 45 മിനിറ്റ് നേരമെടുത്താണ് ഈ ദൂരം താണ്ടാൻ അവർ പദ്ധതി ഇട്ടിരുന്നത്. ഉച്ചയ്ക്ക് ഏതാണ്ട് 12 മണിയോടെ ലൗഫീൽഡ് എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ട് ഡാലസ് നഗരത്തിലെ സബർബൻ റെസിഡൻഷ്യൽ ഏരിയകളായിട്ടുള്ള ലെമോൺ അവന്യൂ, ടേർട്ടിൽ ക്രീക്ക് ബോളിവാർഡൊക്കെ താണ്ടി 12:20 അടുപ്പിച്ച് ഈ പ്രസിഡൻഷ്യൽ മോട്ടോർക്കേഡ് കോൺക്രീറ്റ് കാനിയൻ എന്നറിയപ്പെട്ടിരുന്ന ഹാർവുഡ് സ്ട്രീറ്റ് മുതൽ മെയിൻ സ്ട്രീറ്റ് വരെയുള്ള സ്ട്രെച്ചിലൂടെ കടന്നുപോയി. സബർബൻ ഏരിയ താരതമ്യേന ആൾത്തിരക്ക് കുറഞ്ഞിരുന്നുവെങ്കിൽ മെയിൻ സ്ട്രീറ്റ് എത്തിയപ്പോഴേക്കും നിരത്തിൻ്റെ ഇരുവശത്തും ജനപ്രളയമായിരുന്നു. പല നിരകളിലായിട്ട് റോഡരികിൽ പ്രസിഡന്റിനെ കാത്തുനിന്ന ആളുകൾ ആ ലിമോസിൻ കടന്നു പോകുമ്പോൾ കനത്ത ഹർഷാരവത്തോടെ അവർ വരവേറ്റു. അപ്പോൾ ഗവർണർ കോണലിയുടെ ഭാര്യ തിരിഞ്ഞ് കെന്നഡിയെ നോക്കി, മിസ്റ്റർ പ്രസിഡന്റ്, യു കാൺട്ട് സേ ഡെലസ് ഡസൻ ലവ് യു എന്ന് പറയുന്നുണ്ട്. നോ, സെർട്ടൻലി യു കാൺട്ട് എന്ന് കെന്നഡി ചിരിച്ചുകൊണ്ട് മറുപടി പറയുകയും ചെയ്തു. ഇത്രയും ആയപ്പോഴേക്കും ആ മോട്ടോർക്കേഡ് മെയിൻ സ്ട്രീറ്റിൽ ഡീലി പ്ലാസ എന്ന പേരുള്ള കെട്ടിടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. മെയിൻ സ്ട്രീറ്റിൽ നിന്ന് സ്റ്റെമോൺസ് ഫ്രീവേയിലേക്ക് പ്രവേശിച്ച് വടക്കോട്ട് പോയാലാണ് ട്രേഡ് മാർട്ട് ബിൽഡിംഗ് എന്ന അവരുടെ ഡെസ്റ്റിനേഷനിലെത്തുക. നിർഭാഗ്യവശാൽ മെയിൻ സ്ട്രീറ്റിൽ നിന്ന് നേരിട്ട് സ്റ്റെമോൺസ് ഫ്രീയിലേക്ക് കടക്കാൻ റാമ്പുകളൊന്നും തന്നെയില്ല. അതിനുള്ള ഒരേയൊരു മാർഗം ഡീലി പ്ലാസയുടെ അവിടെ നിന്ന് 90 ഡിഗ്രി വലത്തേക്ക് തിരിഞ്ഞ് ഹ്യൂസ്റ്റൺ സ്ട്രീറ്റിലൂടെ ഒരു ബ്ലോക്ക് മുന്നോട്ട് പോയി വീണ്ടും ഒരു 120 ഡിഗ്രി ഇടത്തേക്ക് തിരിഞ്ഞ് എൽം സ്ട്രീറ്റിലേക്ക് കയറി മുന്നോട്ട് പോയി ട്രിപ്പിൾ അണ്ടർപാസിലൂടെ കടന്ന് നേരെ ചെന്ന് സ്റ്റെമൻസ് ഫ്രീയിൽ കയറുക എന്നത് മാത്രമാണ്. അന്ന് എൽം സ്ട്രീറ്റിൽ നടന്ന വെടിവെപ്പിൻ്റെ നമുക്ക് ലഭ്യമായ വീഡിയോ ദൃശ്യങ്ങളിൽ ഏറ്റവും പ്രധാനം സപ്രൂഡർ ടേപ്പ് എന്നറിയപ്പെടുന്ന 26 സെക്കൻഡ് വീഡിയോ ആണ്. ആ വീഡിയോ അന്ന് ക്യാപ്ചർ ചെയ്തത് എബ്രഹാം സപ്രൂഡർ എന്ന പേരുള്ള ഡാലസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിമൻസ് ക്ലോത്തിങ് ബിസിനസ് ഉടമയാണ്. വളരെ യാദൃച്ഛികമായിട്ടാണെന്ന് ആ ദൃശ്യങ്ങൾ സപ്രൂഡറുടെ ക്യാമറയിൽ പതിഞ്ഞത് എന്ന് വേണം പറയാൻ. ഈ കെന്നഡി അസാസിനേഷൻ നടക്കുന്നത് വരെയും യുക്രൈനിൽ നിന്ന് അമേരിക്കൻ ഡ്രീം പിന്തുടർന്നെത്തി കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രം വിജയം കണ്ട കുടിയേറ്റക്കാരിൽ ഒരാൾ മാത്രമായിരുന്നു സപ്രൂഡർ. ഈ ഒരു വെടിവെപ്പ് നടന്ന ടെക്സസ് ബുക്ക് ഡെപ്പോസിറ്ററി കെട്ടിടത്തിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഡാൽടെക്സ് ബിൽഡിങ്ങിലായിരുന്നു സപ്രൂഡറുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. അന്നേ ദിവസം അയാൾ തൻ്റെ ക്യാമറ ഓഫീസിലേക്ക് കൊണ്ടുവന്നിട്ടേ ഉണ്ടായിരുന്നില്ല. സപ്രൂഡറുടെ സെക്രട്ടറിയാണ് നല്ലൊരു വീഡിയോ ക്യാമറ ഉള്ളതല്ലേ, നമുക്ക് പ്രസിഡന്റിൻ്റെ മോട്ടോർക്കേഡ് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പിടിച്ചൂടെ എന്ന് അയാളോട് നിർബന്ധിച്ച് പറയുന്നത്.
അങ്ങനെ പറഞ്ഞ ശേഷം അയാൾ വീട്ടിൽ പോയി തൻ്റെ മോഡൽ 414 PD ബെൽ ആൻഡ് ഹോവൽ സൂമാറ്റിക് ഡയറക്ടർ സീരീസ് ക്യാമറ എടുത്തുകൊണ്ട് വരികയായിരുന്നു. അന്ന് ആ റോഡരികിൽ നിന്ന് പലരും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഒരല്പം ഉയർന്ന ഒരു സ്ഥാനത്ത് നിന്ന് ദൃശ്യങ്ങൾ പകർത്തിയ സപ്രൂഡറുടെ ക്യാമറയിൽ മാത്രമേ ഈ കെന്നഡിയുടെ തലയിൽ വെടികൊള്ളുന്നതിൻ്റെ ദൃശ്യങ്ങൾ വ്യക്തമായി പതിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഷോക്ക് വാല്യൂ ഉള്ള, ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളൊരു തെളിവായി ആ ദൃശ്യങ്ങൾ മാറി. സപ്രൂഡർ ടേപ്പിൽ കെന്നഡിയുടെ മോട്ടോർക്കേഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആകെയുള്ളത് വാഹനവ്യൂഹം എൽം സ്ട്രീറ്റിലേക്ക് തിരിയുന്ന നിമിഷം മുതൽക്ക് ലിമോസിൻ ട്രിപ്പിൾ അണ്ടർപാസിനടിയിലേക്ക് മറയും വരെയുള്ള 26.6 സെക്കൻഡ് നീളുന്ന ഒരു ഫുട്ടേജാണ്. ശരാശരി 18.3 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഓടുന്ന 8mm കൊഡാക്രോം 2 സേഫ്റ്റി ഫിലിമിലാണ് അന്ന് ആ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ആകെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് 486 ഫ്രെയിമുകൾ. അന്ന് നടന്നത് ഇപ്രകാരമാണ്. സമയം 12 ആകുന്നതിന് തൊട്ടു മുമ്പായി ലിമോസിൻ്റെ ഡ്രൈവർ സീക്രട്ട് ഏജൻറ്റ് വില്യം ഗ്രിയർ ഹ്യൂസ്റ്റൺ റോഡിൽ നിന്ന് വളഞ്ഞ് എൽം സ്ട്രീറ്റിലേക്ക് കയറുന്നു. ഏതാണ്ട് 120 ഡിഗ്രി വളവായിരുന്നതുകൊണ്ട് ഈ സമയത്തേക്ക് ആ കാറിൻ്റെ വേഗം മണിക്കൂറിൽ പരമാവധി 15 കിലോമീറ്ററൊക്കെ കാണൂ. വാഹനത്തിൻ്റെ പ്രസിഡൻഷ്യൽ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് കെന്നഡി തന്നെ കാണാൻ വേണ്ടി റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് തടിച്ചുകൂടിയിട്ടുള്ള ജനാവലിക്ക് നേരെ നോക്കി പുഞ്ചിരി തൂകിക്കൊണ്ട് കൈവീശി കാണിക്കുകയാണ്. ഈ സമയത്ത് ടെക്സസ് ബുക്ക് ഡെപ്പോസിറ്ററി ബിൽഡിംഗ് ഈ ലിമോസിൻ്റെ പിന്നിൽ വലതുവശത്തായിട്ടാണുള്ളത്. സപ്രൂഡർ ഫിലിമിൻ്റെ ഫ്രെയിം നമ്പർ 150 ഡീലി പ്ലാസയെ നടുക്കിക്കൊണ്ട് അപ്പോൾ ഒരു വെടിശബ്ദമായിരുന്നു. അവിടെ നിന്നിരുന്നവർ എല്ലാവരും കരുതുന്നത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു മോട്ടോർ ബൈക്കിൻ്റെ സൈലൻസർ ബാക്ക് ഫയർ ചെയ്തതാകാം, അല്ലെങ്കിൽ ആരെങ്കിലും ആ ആഘോഷ മൂഡിൽ വല്ല പടക്കവും പൊട്ടിച്ചതാകാം എന്നൊക്കെയാണ്. എന്നാൽ ആ ഫ്രെയിം സൂക്ഷിച്ചു നോക്കിയാൽ ഈ വെടിശബ്ദം ഉണ്ടാകുന്ന സമയത്ത് കൈവീശൽ നിർത്തി വലതുവശത്തേക്ക് വെട്ടിച്ചു നോക്കുന്ന കെന്നഡിയെ അത്ര വ്യക്തമായിട്ടല്ല എങ്കിലും നമുക്ക് കാണാം. അത് ആദ്യത്തെ വെടിയുണ്ടയായിരുന്നു. ടെക്സസ് ബുക്ക് ഡെപ്പോസിറ്ററി കെട്ടിടത്തിൻ്റെ 6ാം നിലയിൽ നിന്ന ഷൂട്ടർ അയാളുടെ സ്നൈപ്പർ ഗണ്ണിൽ നിന്ന് ഉതിർത്ത ആ വെടിയുണ്ട മുന്നിലെ മരത്തിൻ്റെ തുഞ്ചത്ത് കെട്ടി ദിശ മാറി ലിമോസിൻ പാടെ മിസ്സാക്കി ട്രിപ്പിൾ അണ്ടർപാസിൻ്റെ കോൺക്രീറ്റ് ഭിത്തിയിൽ ചെന്ന് കൊള്ളുകയാണ് ഉണ്ടായത്. ആ കോൺക്രീറ്റ് പൊളിഞ്ഞ് തെറിച്ചതിൽ നിന്നൊരു കഷ്ണം അവിടെ വഴിയരികിൽ നിൽക്കുകയായിരുന്ന ജെയിംസ് ടേഗ് എന്നൊരാളുടെ കവിളിൽ തുളച്ചു കയറുന്നു. ഇനി സപ്രൂഡർ ഫിലിമിലെ 223 മുതൽ 225 വരെയുള്ള ഫ്രെയിമുകൾ നോക്കാം. ഇതാണ് രണ്ടാമത്തെ വെടിയുണ്ട ഉതിർന്ന സമയം. ഈ വെടിപൊട്ടിയ സമയത്തേക്ക് കെന്നഡി സഞ്ചരിച്ച വാഹനത്തിനും സപ്രൂഡർക്കുമിടയിൽ സ്റ്റെമൻസ് ഫ്രീവേയുടെ വലിയൊരു ട്രാഫിക് സൈൻ ബോർഡ് കടന്നു വരുന്നുണ്ട്. വാഹനം അതിൻ്റെ മറവിൽപ്പെടുന്ന നേരത്തേക്കാണ് ഈ രണ്ടാമത്തെ വെടി പൊട്ടുന്നത്. അകത്തേക്ക് പോകുന്ന ഫ്രെയിമിൽ കെന്നഡിയുടെ കൈ ഉയർന്നു വീശുന്ന നിലയിലാണ്. പുറത്തു വരുമ്പോഴേക്കും കെന്നഡിക്ക് വെടിയേറ്റ് അദ്ദേഹം അതിനോട് റിയാക്ട് ചെയ്തുകൊണ്ട് വലത്തെ കൈ കഴുത്തിലേക്ക് നീട്ടിയിരിക്കുന്നത് നമുക്ക് കാണാം. ഈ സമയത്ത് തന്നെ ഗവർണർ കോണലിക്കും വെടിയേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റിബ് കേജിലൂടെ തുളച്ചു കയറി പുറത്തേക്ക് ഇറങ്ങുന്ന വെടിയുണ്ട കൈത്തണ്ടയും തുളച്ച് തുടയിൽ ചെന്ന് കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ വേദനയിലും ഇങ്ങനൊരു ആക്രമണം ഉണ്ടായതിൻ്റെ പരിഭ്രമത്തിലും കോണലിയുടെ വായിൽ നിന്ന് മൈ ഗോഡ് ദേ ആർ ഗോയിങ് ടു കിൽ അസ് ഓൾ എന്നൊരു വിലാപം അപ്പോൾ പുറത്തു വരുന്നു. തൻ്റെ ഭർത്താവ് കഴുത്തിൽ കൈവച്ച് സംഭ്രമത്തോടെ ഇരിക്കുന്നത് കണ്ട ജാക്വലിൻ കെന്നഡി എന്തു പറ്റിയെന്ന് നോക്കാൻ വേണ്ടി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആയിരുന്നു. ഈ സമയത്ത് ഫ്രണ്ട് റോയിലിരുന്ന ഏജന്റ് റോയ് കെല്ലർമാൻ കെന്നഡിയുടെ നാവിൽ നിന്ന് മൈ ഗോഡ് ഐ എം ഹിറ്റ് എന്ന് പുറപ്പെടുന്നത് കേൾക്കുന്നുണ്ട്. പ്രസിഡന്റ് കെന്നഡി തൻ്റെ ജീവിതത്തിൽ ഉച്ചരിച്ച അവസാന വാക്കുകളായിരുന്നു അത്. അപ്പോഴേക്കും പ്രസിഡൻഷ്യൽ ലിമോസിൻ്റെ വേഗം കുറയുന്നു. പിന്നിലെ ബ്രേക്ക് ലൈറ്റുകൾ തെളിയുന്നു. അവരുടെ പിന്നിൽ വന്ന കാറിൽ നിന്ന് ഏജന്റ് ക്ലിന്റ് ഹിൽ വേഗത്തിൽ ഈ ലിമോസിൻ്റെ നേർക്ക് പാഞ്ഞു വരുന്നു. രണ്ടാമത്തെ വെടിയുണ്ട കെന്നഡിയുടെ കഴുത്ത് തുളച്ച് കടന്നുപോയതിന് 4.8 സെക്കൻഡ് മുതൽ 5.6 സെക്കൻഡ് വരെയുള്ള ഗ്യാപ്പിനിടയ്ക്ക് ഒരു വെടിയുണ്ട കൂടി കെന്നഡിയുടെ തലയോട്ടിയുടെ പിന്നിലായിട്ട് തുളച്ചു കയറി അദ്ദേഹത്തിൻ്റെ നെറ്റിയുടെ വലത്തെ മുകൾ ഭാഗം വെട്ടിപ്പിളർന്നുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. നിമിഷ നേരത്തേക്ക് അവിടെ ചോരയുടെയും അസ്ഥി കഷ്ണങ്ങളുടെയും ചിതറിത്തെറിച്ച തലച്ചോറിൻ്റെയും ഒക്കെ അംശങ്ങൾ അടങ്ങിയ ഒരു ക്ലൗഡ് തന്നെ രൂപപ്പെടുന്നു. വെടിയേറ്റ് തൽക്ഷണം പ്രാണൻ പോകുന്ന കെന്നഡി ഇടതുവശത്തേക്ക് ഭാര്യ ജാക്വലിൻ്റെ മടിയിലേക്ക് കുഴഞ്ഞു വീഴുന്നു. തലയ്ക്ക് വെടിയേറ്റപ്പോൾ കെന്നഡിയുടെ തലയോട്ടിയുടെ ഒരു കഷ്ണം ചിതറിത്തെറിച്ച് ആ ലിമോസിൻ്റെ പിൻഭാഗത്തേക്ക് വീണുപോയിരുന്നു. അന്നേരത്തെ പരിഭ്രമത്തിൽ ജാക്വലിൻ കെന്നഡി ആ ലിമോസിൻ്റെ പിൻഭാഗത്തെ ഹുഡിലേക്ക് വലിഞ്ഞു കയറി ഈ കഷ്ണം തിരികെ പിടിക്കാൻ ശ്രമിക്കുന്നു. ജാക്വലിൻ കെന്നഡി ഈ മൂന്നാമത്തെ വെടി പൊട്ടിയതിന് പിന്നാലെ ബമ്പറിലേക്ക് വലിഞ്ഞു കയറിയത് എന്തിനാണ് എന്ന കാര്യത്തിൽ കുറേ കാലത്തേക്ക് ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു. പിന്നാലെ വന്ന ഏജന്റ് ക്ലിന്റ് ഹില്ലിനെ വലിഞ്ഞു കയറാൻ സഹായിക്കാനാണ് എന്നായിരുന്നു ആദ്യം പലരും കരുതിയത്. എന്നാൽ ഏജന്റ് ക്ലിന്റ് ഹില്ലിനെ ജാക്വലിൻ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു എന്നും വണ്ടിയുടെ പിൻബമ്പറിലേക്ക് തെറിച്ചു വീണ കെന്നഡിയുടെ തലയോട്ടിയുടെ ഒരു കഷ്ണം തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത് എന്നും പിന്നീട് ക്ലിന്റ് ഹില്ല് തന്നെ വ്യക്തമാക്കിയപ്പോഴാണ് അതിലെ ദുരൂഹത നീങ്ങിയത്. നേരത്തെ ആദ്യത്തെ വെടി കെന്നഡിക്ക് കൊണ്ട സമയത്ത് പിന്നിലെ കാറിൻ്റെ സ്റ്റെപ്പിൽ നിന്നിറങ്ങി ഈ ലിമോസിനിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഏജന്റ് ക്ലിന്റ് ഹില്ലിന് അപ്പോഴേക്കും അത് സാധിക്കുന്നു. അദ്ദേഹം ആ ലിമോസിൻ്റെ ബാക്ക് ബമ്പറിൽ വലിഞ്ഞു കയറി ജാക്വലിൻ കെന്നഡിയെ തള്ളി അവരുടെ സീറ്റിലിട്ട ശേഷം പ്രസിഡന്റിൻ്റെയും ഭാര്യയുടെയും മേത്തേക്ക് സ്വന്തം ശരീരം കൊണ്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഉണ്ടാക്കാൻ നോക്കുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ ഫ്രണ്ട് റോയിൽ ഇരുന്ന ഏജന്റ് കെല്ലർമാൻ റേഡിയോ എടുത്ത് അതിലൂടെ
ലെറ്റ്സ് ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ, വി ആർ ഹിറ്റ് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. ഇത് കേട്ടതും വണ്ടി ഓടിച്ചിരുന്ന ഏജന്റ് ഗ്രീർ ശരവേഗത്തിൽ വാഹനം ട്രിപ്പിൾ അണ്ടർപാസിന്റെ അടിഭാഗത്തേക്ക് ഓടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. ആ പോകുന്ന പോക്കിൽ ഏജന്റ് ഹിൽ പിന്നാലെ കാറിൽ വന്ന് തൻ്റെ സഹപ്രവർത്തകർക്ക് നേരെ പ്രസിഡന്റിന് മാരകമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ തംസ് ഡൗൺ സിഗ്നൽ കാണിക്കുന്നു. അവിടെ നിന്ന് സ്റ്റെമൻസ് ഫ്രീവേയിലേക്ക് കയറുന്ന ആ ലിമോസിൻ മണിക്കൂറിൽ 100-120 കിലോമീറ്റർ വേഗത്തിൽ നേരെ പാർക്ക്ലാൻഡ് മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് അവരെ എത്തിക്കുന്നു. കെന്നഡി വധത്തെക്കുറിച്ച് ഇന്ന് നമുക്കുള്ള ധാരണ സപ്രൂഡ ടേപ്പിനെ ആധാരമാക്കിയുള്ളതാണ്. എന്നാൽ വെടിവെപ്പ് നടന്ന ഉടനെ അവിടെ സന്നിഹിതരായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവിടെ എത്ര വെടി പൊട്ടിയെന്നോ എവിടെ നിന്നൊക്കെയാണ് വെടിയുണ്ടകൾ പുറപ്പെട്ടു വന്നത് എന്നോ ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. പല ദിക്കിൽ നിന്നും വെടി പൊട്ടിയിട്ടുണ്ട് എന്നായിരുന്നു അവരുടെ ആദ്യത്തെ ധാരണ. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ കൊലയാളിയെ അല്ലെങ്കിൽ കൊലയാളികളെ പിടികൂടാൻ വേണ്ടി 4 ദിക്കിലേക്കും അന്ന് കുതിച്ചു പായുന്നുണ്ട്. അടുത്തുള്ള കെട്ടിടങ്ങളും കാറ് കടന്നുപോയ എൽം സ്ട്രീറ്റോട് ചേർന്നുള്ള ഗ്രാസിനോൾ എന്ന് വിളിക്കുന്ന പുല്ലുമെഞ്ഞ ചെറിയ കുന്നിൻ്റെ ഭാഗത്തേക്കുമൊക്കെ അവരൊന്ന് പോയി നോക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യമുള്ളത്, ആദ്യത്തെ മിസ്സായിട്ടുള്ള വെടി പൊട്ടിയതിനും രണ്ടാമത്തെ കഴുത്തിൽ കൊണ്ട വെടി പൊട്ടിയതിനും ഇടയ്ക്കുള്ള ടൈം ഗ്യാപ്പ് ഏതാണ്ട് 3-3.5 സെക്കൻഡാണ്. രണ്ടാമത്തെ വെടിക്കും മൂന്നാമത് തലയ്ക്ക് കൊണ്ട ഫേറ്റലായിട്ടുള്ള വെടിക്കും ഇടയിലെ ടൈം ഗ്യാപ്പ് കഷ്ടിച്ച് 5 സെക്കൻഡോളമാണ്. രണ്ടാമത്തെ വെടി കൊണ്ട ശേഷം ശരിക്കും സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പ്രകാരം പ്രസിഡന്റിൻ്റെ വാഹനം ചെയ്യേണ്ടിയിരുന്നത് പരമാവധി വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ആ വെടി പ്രസിഡന്റിന് കൊണ്ട ശേഷം ഈ വാഹനം നേരത്തെ പോയിക്കൊണ്ടിരുന്നതിനേക്കാൾ കുറെ കൂടി വേഗം കുറഞ്ഞ് അടുത്തൊരു വെടി കൂടി പ്രസിഡന്റിന് കൊള്ളിക്കാൻ വേണ്ട സമയം കൊടുക്കുകയാണ് ഫലത്തിലുണ്ടായത്. ഇങ്ങനൊരു പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. ഡാലസിലെ ആ വെടിവെച്ചുകൾ നിലച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കെന്നഡിക്ക് നേരെ വെടിയുതിർത്തയാൾ എന്ന പേരിൽ പോലീസ് ഒരു യുവാവിനെ പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കുന്നു. പ്രതിയുടെ പേര് ലീ ഹാർവി ഓസ്വാൾഡ്, 24 വയസ്സ് പ്രായം. 17-ാം വയസ്സിൽ അമേരിക്കൻ സൈന്യത്തിൻ്റെ മറീൻ കോർപ്സിൽ പ്രവേശിച്ച് സായുധ പരിശീലനം നേടിയിട്ടുണ്ട് ലീ. ആ പരിശീലനമാണ് അയാളെ റൈഫിൾ ഉപയോഗിക്കാൻ പ്രാപ്തനാക്കിയത്. സർവീസിലിരിക്കെ ലീ ഒരു ഷാർപ്പ് ഷൂട്ടർ എന്ന നിലയിലും ഖ്യാതി നേടിയിരുന്നു. പിന്നീട് തലയ്ക്ക് പിടിച്ച മാർക്സിസ്റ്റ് ആശയങ്ങളുടെ നിലാവിളിച്ചം 1959-ൽ അയാളെ ഡിഫ്ലക്റ്റ് ചെയ്ത് സോവിയറ്റ് യൂണിയനിലേക്ക് പലായനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ നാട് വിട്ടു പോയെങ്കിലും അവിടെ പ്രതീക്ഷിച്ച പരിഗണനകൾ കിട്ടാതെ വന്നപ്പോൾ 1962-ൽ അയാൾ തൻ്റെ റഷ്യൻ ഭാര്യ മറീനയുമൊത്ത് അമേരിക്കയിലേക്ക് മടങ്ങി വന്നു. തിരികെ വന്നിട്ടും പക്ഷേ അയാളുടെ കമ്മ്യൂണിസ്റ്റ് അനുഭവത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഫെയർ പ്ലേ ഫോർ ക്യൂബ കമ്മിറ്റി എന്ന പ്രോ കാസ്ട്രോ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു ലീ ഓസ്വാൾഡ്. ഈ കൊലപാതകം നടത്തുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ലീ മെക്സിക്കോ സിറ്റിയിലെത്തി വിസ സംഘടിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ ക്യൂബൻ സോവിയറ്റ് എംബസികൾ സന്ദർശിച്ചിരുന്നുവെന്നും ഇൻ്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. കെന്നഡി വധിക്കപ്പെടുന്നതിന് 2 മാസം മുമ്പ് ഒക്ടോബറിലാണ് ലീ ഓസ്വാൾഡ് ടെക്സസ് ബുക്ക് ഡെപ്പോസിറ്ററിയിൽ ഒരു താൽക്കാലിക ജോലി തരപ്പെടുത്തുന്നത്. പ്രസിഡൻഷ്യൽ മോട്ടോർക്കേഡ് കടന്നുപോയ എൽം സ്ട്രീറ്റിൻ്റെ പിന്നിൽ വലതുവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ടെക്സസ് ബുക്ക് ഡെപ്പോസിറ്ററി കെട്ടിടത്തിൻ്റെ 6ാം നിലയിൽ നിന്ന് അതിന് ജനാലയിൽ നിന്ന് ഒരു സ്നൈപ്പർ ഗൺ ഉപയോഗിച്ചാണ് ലീ ഓസ്വാൾഡ് കെന്നഡിക്ക് നേരെ വെടിയുതിർത്തത് എന്നായിരുന്നു പോലീസിൻ്റെ ഭാഷ്യം. ഒറ്റനോട്ടത്തിൽ വളരെ വിശ്വസനീയമായിട്ടുള്ളൊരു കഥ എന്ന് തോന്നാമെങ്കിലും പോലീസ് ഭാഷ്യത്തിൽ പല മിസ്സിംഗ് ലിങ്കുകളും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അന്ന് രാവിലെ ആ ബുക്ക് ഡെപ്പോസിറ്ററിയിൽ എന്താണ് സംഭവിച്ചത്? ഓസ്വാൾഡിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ പലതും അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും ആ കണ്ടെത്തലുകളിലെ ചില പാകപ്പിഴകൾ ഉദ്യോഗസ്ഥരെ ഒന്നടങ്കം വട്ടം ചുറ്റിക്കാൻ പോകുന്നവയാണ്. കൂടെ ജോലി ചെയ്യുന്ന ബെസ്ലി ഫ്രേസിയർ എന്ന യുവാവിനൊപ്പമാണ് അന്ന് ഓസ്വാൾഡ് ജോലിക്ക് വരുന്നത്. എന്നാൽ പതിവിന് വിപരീതമായി ഓസ്വാൾഡിൻ്റെ കയ്യിൽ ഒരു നീളമുള്ള ബ്രൗൺ പൊതി ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അത് കട്ടൺ നോടുകളാണെന്ന് ഓസ്വാൾഡ് പറഞ്ഞു എന്നാണ് ഫ്രേസിയർ പിന്നീട് പോലീസിന് മൊഴി കൊടുത്തത്. ആ പൊതിയിൽ പ്രസിഡന്റിനെ കൊല്ലാൻ ഉപയോഗിച്ച കാർഖാന റൈഫിളിൻ്റെ ഭാഗങ്ങൾ ഇളക്കി വെച്ചിരുന്നതായിരിക്കാമെന്ന അനുമാനത്തിൽ പിന്നീട് പോലീസ് എത്തിച്ചേരുകയായിരുന്നു. പക്ഷേ ഇതേ ഓഫീസിൻ്റെ പിൻവാതിലിനടുത്ത് ജോലി ചെയ്തിരുന്ന ഡോഹട്ടി എന്ന യുവാവ് പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നത് ആ വാതിലൂടെ കടക്കുമ്പോൾ ഓസ്വാൾഡിൻ്റെ കൈവശം യാതൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നാണ്. ഇതിനിടയിൽ ദൃക്സാക്ഷികളുടെ മൊഴികളും ആകെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ആരെ വിശ്വസിക്കണം? പ്രസിഡന്റിന് വെടികൊണ്ട് 45 മിനിറ്റിനുള്ളിൽ ആ പരിസരത്ത് വെച്ച് JD ടിപ്പിറ്റ് എന്ന പേരുള്ളൊരു പോലീസ് ഓഫീസർ കൂടി വെടിയേറ്റ് കൊല്ലപ്പെടുന്നുണ്ട്. ഡാലസിലെ ഓക്ലിഫ് ഏരിയയിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന ടിപ്പിറ്റിന് റേഡിയോ സന്ദേശം വഴി പ്രസിഡന്റിന് നേരെ വെടിവെപ്പുണ്ടായ വിവരം ലഭിക്കുന്നു. കൊലയാളി എന്ന് സംശയിക്കപ്പെടുന്ന മെലിഞ്ഞ ശരീരമുള്ളൊരു വെള്ളക്കാരൻ വെടിവെച്ച ശേഷം രക്ഷപ്പെട്ടിരിക്കുന്നു, അയാളെ പോലീസ് തിരയുകയാണ് എന്നും സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ഉച്ചയ്ക്ക് 1:15 ഈ വിവരണത്തോട് സാമ്യമുള്ളൊരു യുവാവിനെ ടിപ്പിറ്റ് വഴിയരികിൽ കാണുകയും അയാളെ തടഞ്ഞു നിർത്തുകയും ചെയ്തു. എന്നാൽ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആ വ്യക്തി ടിപ്പിറ്റിന് നേരെ വെടിയുതിർത്ത ശേഷം രക്ഷപ്പെടുകയാണ് ഉണ്ടായത് എന്ന് പോലീസ് പറയുന്നു. ആ സംഭവം നടന്നിടത്തു നിന്ന് ഓടി രക്ഷപ്പെട്ട പിന്നീട് ഒരു സിനിമാ തിയേറ്ററിൽ വെച്ച് പിടിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ എന്ന മട്ടിലാണ് പോലീസ് ഓസ്വാൾഡിനെ അവതരിപ്പിക്കുന്നത്. പിടിയിലായ ഉടനെ ലീ ഓസ്വാൾഡിൽ നിന്നുണ്ടായിട്ടുള്ള ആദ്യത്തെ പ്രതികരണം ഐ ഡിഡ്ന്റ് ഷൂട്ട് എനിബഡി, ഐ എം ജസ്റ്റ് എ പാറ്റ്സി, അതായത് ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഇവരെന്നെ കുടുക്കിയതാണ് എന്നായിരുന്നു. ഇത് തന്നെ ഓസ്വാൾഡ് മാധ്യമങ്ങളോടും പലകുറി ആവർത്തിക്കുന്നുണ്ട്.
പക്ഷേ തൻ്റെ വാദം ഏതെങ്കിലും ഒരു വിചാരണ കോടതിക്ക് മുൻപാകെ വെക്കാനുള്ള അവസരം കിട്ടുന്നതിന് മുമ്പ് അയാളുടെ സ്വരം നിശബ്ദമാക്കപ്പെട്ടു. അറസ്റ്റ് ചെയ്ത് 48 മണിക്കൂർ തികയും മുമ്പ് അയാളും കൊല ചെയ്യപ്പെട്ടു. ഡാലസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് കൗണ്ടി ജയിലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഓസ്വാൾഡിനെ കൈവിലങ്ങ് അണിയിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. പ്രസ് ഫോട്ടോഗ്രാഫർമാരും റിപ്പോർട്ടർമാരും പൊതുജനങ്ങളും അടക്കം വലിയൊരു ജനാവലി തന്നെ അപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് സമുച്ചയത്തിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. ആ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ജാക്ക് റൂബി എന്നു പേരുള്ള ഒരു നൈറ്റ് ക്ലബ് ഉടമ ലീ ഓസ്വാൾഡിന് നേർക്ക് നടന്നെടുക്കുന്നു. ഏറെ അപ്രതീക്ഷിതമായി അയാൾ തൻ്റെ പോക്കറ്റിൽ നിന്ന് കൈത്തോക്ക് പുറത്തെടുത്ത് പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ ലീയുടെ നെഞ്ചിന് നേർക്ക് നിറയൊഴിക്കുന്നു. അമേരിക്കൻ ടെലിവിഷന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കൊലപാതകം ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട നിമിഷം. വെടിയേറ്റ് വീണ ഓസ്വാൾഡിനെ പോലീസ് അപ്പോൾ തന്നെ പാർക്ക്ലൻഡ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചുവെങ്കിലും അല്പസമയത്തിനുള്ളിൽ തന്നെ അയാൾ മരണത്തിന് കീഴടങ്ങി. അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുപ്രസിദ്ധനായിട്ടുള്ള മർഡർ സസ്പെക്റ്റിന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് പോലെ അതീവ സുരക്ഷാ മുൻകരുതലുകൾ നിലവിലുള്ള ഒരു സ്ഥലത്തു നിന്ന് കൗണ്ടി ജയിൽ പോലെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനിടയ്ക്ക് എങ്ങനെ ജാക്ക് റൂബിക്ക് ഒരു കൈത്തോക്കും കൊണ്ട് അവിടെ ഒന്ന് നിൽക്കാനും പോലീസുകാർ നോക്കി നിൽക്കെ ലീയെ വെടിവെച്ച് കൊല്ലാനും സാധിച്ചു എന്ന ചോദ്യം പിന്നീട് ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ലീ ഓസ്വാൾഡിൻ്റെ കൊലപാതകം എന്തൊക്കെയോ മറയ്ക്കാനുള്ള പോലീസിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസികളുടെ തിരക്കിട്ട ശ്രമങ്ങളുടെ ഭാഗമാണ് എന്നും പലരും ആക്ഷേപിച്ചു. എന്തായാലും കെന്നഡി വധം സംബന്ധിച്ച സത്യം അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഏറ്റവും വലിയ സാധ്യതയാണ് ലീ ഓസ്വാൾഡിൻ്റെ കൊലപാതകത്തോടുകൂടി അടഞ്ഞുപോയത്. ലീ ജീവനോടെ ബാക്കിയായാൽ നാളെ ഒരു കാലത്ത് സത്യം പുറത്തു വന്നാലോ എന്ന് കരുതി അയാളെ കെന്നഡി വധത്തിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയവർ തന്നെ എലിമിനേറ്റ് ചെയ്തതാകാമെന്ന് പലരും ഇന്നും കരുതുന്നു. കെന്നഡിയെ വെടിവെച്ച് കൊന്നതിലുള്ള രോഷവും അമർഷവുമാണ് തന്നെ കൊണ്ട് ആ കൊലപാതകം ചെയ്യിപ്പിച്ചത് എന്ന് പിന്നീട് ജാക്ക് റൂബി മൊഴി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ ജാക്ക് റൂബിക്ക് ഉണ്ടായിരുന്ന അധോലോക ബന്ധങ്ങളും ആ കൊലപാതകത്തിൻ്റെ സ്റ്റേജിലും നേച്ചറും ഒക്കെ ചേർന്ന് ആ വാദത്തെ സംശയത്തിൻ്റെ നിഴലിൽ പ്രതിഷ്ഠിക്കുന്നു. ജാക്ക് റൂബി മറ്റാരുടെയോ കളിപ്പാവ് മാത്രമായിരുന്നു എന്ന് പലരും ന്യായമായും സംശയിച്ചു. പ്രസിഡന്റ് കെന്നഡി വധിക്കപ്പെട്ടതിന് പിന്നാലെ അമേരിക്കൻ ജനത ആദ്യം തന്നെ സംശയിച്ചത് അതിന് പിന്നിൽ ക്യൂബയുടെ ഫിഡൽ കാസ്ട്രോയുടെ കൈകളാണോ എന്നാണ്. പിന്നാലെ അധികാരത്തിലെത്തിയ ലിൻഡൻ ബി ജോൺസണുമേൽ കെന്നഡി വധത്തിൻ്റെ അന്വേഷണം എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായൊരു ക്ലോഷർ നൽകാനുള്ള കടുത്ത സമ്മർദ്ദമുണ്ടായി. ഈ ഒരു സമ്മർദ്ദത്തിൻ്റെ പുറത്ത് അദ്ദേഹം അന്നത്തെ അമേരിക്കൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഏൾ വാറൻ അധ്യക്ഷനായി വാറൻ കമ്മീഷൻ എന്ന പേരിൽ ഒരു അന്വേഷണ കമ്മീഷനെ കെന്നഡി വധത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ചു. 10 മാസം നീണ്ടുവന്ന അന്വേഷണത്തിനൊടുവിൽ 1964 സെപ്റ്റംബർ 24 വാറൻ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. ലീ ഹാർവി ഓസ്വാൾഡ് ഒറ്റയ്ക്കാണ് പ്രസിഡന്റ് കെന്നഡിയെ വധിച്ചത് എന്നതായിരുന്നു കമ്മീഷന്റെ സുപ്രധാന കണ്ടെത്തൽ. ടെക്സസ് ബുക്ക് ഡെപ്പോസിറ്ററി കെട്ടിടത്തിൻ്റെ 6ാം നിലയിലെ ജനലിൽ നിന്ന് കാർക്കാനോ M9138 എന്ന ഇറ്റാലിയൻ മെയ്ഡ് ബോൾട്ട് ആക്ഷൻ സ്നൈപ്പർ റൈഫിൾ ഉപയോഗിച്ച് ലീ 3 തവണ വെടിയുതിർത്തു. ആദ്യത്തെ വെടിയുണ്ട ലക്ഷ്യം കാണാതെ പോയി. രണ്ടാമത്തെ വെടിയുണ്ട കെന്നഡിയുടെ കഴുത്തിൽ തുളച്ചു കയറി. എന്നാൽ ഈ ഉണ്ടയല്ല പ്രസിഡന്റിൻ്റെ ജീവനെടുത്തത്. കെന്നഡിയുടെ തലയോട്ടിക്ക് പിൻഭാഗത്ത് വന്നുകൊണ്ട് തലച്ചോറിനുള്ളിലൂടെ കടന്നുപോയി മുഖത്തിൻ്റെ വലത്തെ മുകൾ ഭാഗത്തുകൂടി തലയോട്ടി തകർത്ത് പുറത്തിറങ്ങിയ 3ാമത്തെ വെടിയുണ്ടയായിരുന്നു മരണകാരണം. ഇത്രയുമാണ് വാറൻ കമ്മീഷൻ റിപ്പോർട്ടിലെ മറ്റ് നിരീക്ഷണങ്ങൾ. എന്നാൽ വാറൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ സാധുതയെ ജനം വളരെ പെട്ടെന്ന് തന്നെ സംശയിച്ചു തുടങ്ങി. അതിന് കാരണങ്ങൾ പലതായിരുന്നു. ഒന്നാമത്തെ കാരണം കമ്മീഷനിൽ മുൻ CIA തലവനായിട്ടുള്ള അലൻ ഡെലിസിനെ ഉൾപ്പെടുത്തിയതാണ്. ഡേവിഡ് ടാൽബോട്ട് തൻ്റെ ദ ഡെവിൾസ് ചെസ് ബോർഡ് എന്ന പുസ്തകത്തിൽ ഈ അലൻ ഡെലിസിനെ വിശേഷിപ്പിക്കുന്നത് ചെയർമാൻ ഓഫ് ദ ഡീപ് സ്റ്റേറ്റ് എന്നാണ്. കെന്നഡിയുടെ അന്നോളമുള്ള രാഷ്ട്രീയ പശ്ചാത്തലം വെച്ച് CIA, FBI എന്നീ രഹസ്യാന്വേഷണ ഏജൻസികളും ഈ കേസന്വേഷണത്തിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നവയാണ്. ആ സാഹചര്യത്തിൽ കെന്നഡി നേരത്തെ ബേ ഓഫ് പിക്സ് ഇൻവെഷനിൽ സംഭവിച്ച വീഴ്ചകളുടെ പേരിൽ CIAയുടെ തലപ്പത്തുനിന്ന് നീക്കിയ അലൻ ഡെലിസിനെ തന്നെ കെന്നഡി വധക്കേസ് അന്വേഷിക്കുന്ന കമ്മീഷനിൽ നിർണായക സ്വാധീനമുള്ള ഒരു അംഗമാക്കി വെച്ചത് സ്വാഭാവികമായിട്ടും സംശയങ്ങൾക്ക് ഇടവെച്ചു. വാറൻ കമ്മീഷൻ അതിൻ്റെ അന്വേഷണം ആരംഭിക്കുന്നത് തന്നെ ഓസ്വാൾഡ് ഒറ്റയ്ക്കാണ് ആ കൊലപാതകം നടത്തിയത് എന്ന് ആരോ അവർക്ക് ഫീഡ് ചെയ്തത് എന്ന് പോലും സംശയിക്കാവുന്ന തരത്തിലുള്ള ഒരു മുൻവിധിയുടെ പുറത്താണ്. ആ കഥ നിലനിർത്താൻ വേണ്ടി പിന്നീട് കമ്മീഷന് ആർക്കും ദഹിക്കാത്തത്ര വളരെ വിചിത്രമായിട്ടുള്ള പല തിയറികളും അതിൻ്റെ റിപ്പോർട്ടിൽ എഴുതി വെക്കേണ്ടി വരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സിംഗിൾ ബുള്ളറ്റ് തിയറി അഥവാ മാജിക് ബുള്ളറ്റ് തിയറി. ഓസ്വാൾഡ് വെടിയുതിർത്തു എന്ന് പറയപ്പെടുന്ന കെട്ടിടത്തിൻ്റെ 6ാം നിലയിൽ നിന്നും പോലീസിന് ആകെ കിട്ടിയത് 3 വെടിയുണ്ടകളുടെ ഷെല്ലുകളാണ്. അതിൽ ഒരു വെടിയുണ്ട ലക്ഷ്യം തെറ്റിപ്പോയതാണ്. 3ാമത്തേത് കെന്നഡിയുടെ തലയിൽ തുളച്ചു കയറിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഒരേ ഒരു വെടിയുണ്ട മാത്രമാണ്. അപ്പോൾ ഗവർണർക്കടക്കം അവിടെ ഉണ്ടായിരുന്ന ബാക്കി മുറിവുകൾക്കെല്ലാം ഈ രണ്ടാമത് പുറപ്പെട്ട ആ ഒരു വെടിയുണ്ടയാണ് കാരണം എന്ന് പറയുകയല്ലാതെ കമ്മീഷന് വേറെ വഴിയില്ലായിരുന്നു. ആ രണ്ടാമത്തെ വെടിയുണ്ട ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ചു പോവും. ആദ്യം അത് കെന്നഡിയുടെ കഴുത്തിൽ തുളച്ചു കയറി പുറത്തു വന്നു. എന്നിട്ടത് നേരെ പോകുന്നത് അദ്ദേഹത്തിന് മുന്നിൽ നിന്ന് ടെക്സസ് ഗവർണർ ജോൺ കോണിലിൻ്റെ മുതുകിലേക്കാണ്.
അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ വാരിയിൽ തകർത്ത് നെഞ്ചിലൂടെ പുറത്തു വന്ന് അദ്ദേഹത്തിൻ്റെ കൈത്തണ്ടയിലെ അസ്ഥി തകർത്ത് അവിടെ നിന്നും പുറത്ത് കടന്ന് ഗവർണറെ തുടയിൽ ചെന്ന് അത് തറയുന്നു. രണ്ടു മനുഷ്യരുടെ ശരീരത്തിലൂടെ ഇത്രയധികം വളഞ്ഞു പൊളഞ്ഞ് സഞ്ചരിച്ച് 7 വ്യത്യസ്ത മുറിവുകൾ ഉണ്ടാക്കിയ വെടിയുണ്ട പിന്നീട് പാർക്ക്ലാൻഡ് ആശുപത്രിയിലെ ഒരു സ്ട്രെച്ചറിൽ നിന്ന് ഏറെ യാദൃച്ഛികമായിട്ട് പോലീസ് കണ്ടെടുക്കുകയായിരുന്നു. അങ്ങനെ കണ്ടെടുത്തപ്പോൾ പ്രിസ്റ്റീൻ അഥവാ പുതുപുത്തൻ എന്ന പോലുള്ള അവസ്ഥയിലായിരുന്നു ആ വെടിയുണ്ട ഉണ്ടായിരുന്നത്. ഇങ്ങനെ വെടിയുണ്ട ആരുടെയും ദേഹത്തു നിന്നല്ലാതെ ആശുപത്രിയിലെ സ്ട്രെച്ചറിൽ കിടക്കുന്ന നിലയിൽ ആ വെടിയുണ്ട, അതും ഇത്രയും പേരുടെ ദേഹത്തുകൂടി കയറിയിറങ്ങി നിരവധി അസ്ഥികൾ തകർത്തിട്ടും യാതൊരു രൂപഭേദവും സംഭവിക്കാത്ത അവസ്ഥയിൽ അത് കണ്ടെടുത്തത് വളരെയധികം സംശയാസ്പദമായിരുന്നു. 1975 സാപ്രൂഡർ വീഡിയോ പുറത്തു വന്നതോടെ ജനരോഷം ആളിക്കത്തി. ഗത്യന്തരമില്ലാതെ 76 ഗവൺമെൻറ്റിന് രണ്ടാമതൊരു അന്വേഷണം കൂടി പ്രഖ്യാപിക്കേണ്ടി വന്നു. ഒഹായോയിൽ നിന്നുള്ള ജനപ്രതിനിധിയായിട്ടുള്ള ലൂയിസ് ടോക്സിൻ്റെ അധ്യക്ഷതയിൽ ഹൗസ് സെലക്ട് കമ്മിറ്റി ഓൺ അസാസിനേഷൻസ് അഥവാ HSCA അവർ രൂപീകരിച്ചു. ജി റോബർട്ട് ബ്ലെക്കി എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ പഴയ ഫയലുകളെല്ലാം വീണ്ടും പൊടിയട്ടിയെടുത്ത് അവർ സാക്ഷികളെ വീണ്ടും വിസ്തരിച്ചു. ആ അന്വേഷണത്തിന് വഴിത്തിരിവായത് അന്ന് ഡീലി പ്ലാസയിൽ കെന്നഡിയുടെ വാഹനവ്യൂഹത്തിന് അകമ്പടി പോയിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മോട്ടോർ സൈക്കിളിലെ റേഡിയോ മൈക്കായിരുന്നു. ആ മൈക്ക് അറിയാതെ ഓണായി കിടന്നിരുന്നതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായ എല്ലാ ശബ്ദങ്ങളും ആ റേഡിയോയിലൂടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിക്റ്റാ ബെൽറ്റിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. HSCA അന്ന് ഈ ശബ്ദരേഖ ലോകത്തിലെ ഏറ്റവും മികച്ച അക്കോസ്റ്റിക് വിദഗ്ധരെ വെച്ച് ശാസ്ത്രീയമായിട്ട് പരിശോധിച്ചു. ആ പരിശോധനയിൽ പുറത്തു വന്നത് അമേരിക്കയെ നടുക്കിയ ഒരു കണ്ടെത്തലായിരുന്നു. വാറൻ കമ്മീഷൻ പറഞ്ഞത് വെച്ച് 3 വെടിയൊച്ചകൾ മാത്രമാണ് അവിടെ മുഴങ്ങിയത് എങ്കിൽ വിദഗ്ധ പരിശോധനയിൽ 3 അല്ല 4 വെടിയൊച്ചകൾ അവിടെ മുഴങ്ങിയതായി HSCA കണ്ടെത്തി. കെന്നഡിയുടെ കൊലപാതകം ലീ ഓസ്വാൾഡ് ഒറ്റയ്ക്ക് പ്രവർത്തിച്ചതല്ല, അതിനു പിന്നിൽ വലിയൊരു കോൺസ്പിറസി തന്നെ നടന്നിട്ടുണ്ട് എന്നായിരുന്നു HSCAയുടെ കണ്ടെത്തൽ. 1 അല്ല 2 ഷൂട്ടർമാരാണ് ഉണ്ടായിരുന്നത് എന്നായിരുന്നു HSCAയുടെ നിഗമനം. ആദ്യത്തെ ഷൂട്ടർ പോലീസ് പറഞ്ഞ പോലെ ടെക്സസ് ബുക്ക് ഡെപ്പോസിറ്ററി കെട്ടിടത്തിൻ്റെ 6ാം നിലയിലെ ജനാലയിൽ തന്നെ ആയിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ഷൂട്ടർ ഗ്രാസി നോൾ എന്ന പുല്ലുമേഞ്ഞ സ്ലോപ്ഡ് ഏരിയയിൽ ഒരു ഫെൻസിൻ്റെ പിറകിൽ നിന്നാകാം വെടിയുതിർത്തിട്ടുണ്ടാവുക എന്ന നിഗമനത്തിലേക്കും HSCA എത്തുന്നു. മറ്റൊരു രസകരമായിട്ടുള്ള സംഭവം ഉള്ളത്, വെടിവെപ്പ് നടക്കുന്ന സമയത്ത് ഡീലി പ്ലാസയ്ക്ക് അടുത്ത് കറുത്ത കുടയും ചൂടിക്കൊണ്ട് ഒരാൾ ഏറെ ദുരൂഹമായി നിൽക്കുന്നത് ഈ ദൃശ്യങ്ങൾ ചികഞ്ഞു പരിശോധിച്ച ചിലരുടെ കണ്ണിൽപ്പെട്ടതാണ്. പ്രസിഡന്റിൻ്റെ കാർ ഇയാളുടെ അടുത്തുകൂടെ കടന്നുപോയ സമയത്ത് അയാൾ തൻ്റെ കുട ഉയർത്തി പിടിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ട് കാണാം. സാധാരണ നിലയ്ക്ക് വളരെ സ്വാഭാവികമെന്ന് തോന്നാവുന്ന ഒരു കാര്യം അതിൻ്റെ തൊട്ടടുത്ത സെക്കൻഡുകളിൽ പ്രസിഡന്റ് കെന്നഡിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായ അദ്ദേഹം കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിട്ട് മാറി. ആ വ്യക്തി അങ്ങനെ കുട ഉയർത്തിപ്പിടിച്ചത് എവിടെയോ ഇരിക്കുന്ന ഷൂട്ടർമാർക്കുള്ള സിഗ്നൽ ആയിരുന്നു എന്ന് ഒരു കൂട്ടർ വ്യാഖ്യാനിച്ചു. മറ്റു ചിലർ അതും കടന്ന് ആ കുടയ്ക്കുള്ളിൽ ഒളിച്ചു വെച്ചൊരു തോക്കുണ്ടായിരുന്നുവെന്നും അതിൽ നിന്നാകാം ചിലപ്പോൾ വെടിപൊട്ടിയിട്ടുണ്ടാവുക എന്നുമൊക്കെ പറഞ്ഞു വെച്ചു. എന്നാൽ ഈ പറഞ്ഞ വ്യക്തി ലൂയിസ് സ്റ്റീവൻ വിട്ട് പിന്നീട് HSCAയ്ക്ക് മുന്നിൽ 1978 നേരിട്ട് വന്ന് സാക്ഷി പറഞ്ഞതോടെ അക്കാര്യത്തിലെ പുകമറകൾ നീങ്ങി. തൻ്റെ ആ നടപടി പ്രസിഡന്റ് കെന്നഡിയുടെ പിതാവ് ജോസഫ് കെന്നഡിക്ക് നേരെയുള്ള ഒരു പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റ് സിംബൽ മാത്രമായിരുന്നു എന്നായിരുന്നു ലൂയിസ് സ്റ്റീവൻ വിറ്റിൻ്റെ വിശദീകരണം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നെവിൽ ചേംബർലൈൻ തൻ്റെ കുടയെ ഒരു പൊളിറ്റിക്കൽ ഇമേജായിട്ട് ഉപയോഗിച്ചതിനെ പിൻപറ്റി ഒരു സർക്കാസ്റ്റിക്കൽ തിയററ്റിക്കൽ ജെസ്ചർ എന്ന നിലയ്ക്കാണ് താൻ അപ്പോൾ ആ പ്രസിഡന്റിൻ്റെ മോട്ടോർ കാറിന് നേരെ കുടപൊക്കി കാണിച്ചത് എന്ന് അയാൾ പറഞ്ഞതോടെ അതുമായി ബന്ധപ്പെട്ടുള്ള കോലാഹലങ്ങൾക്ക് വിരാമമായി. കെന്നഡി വധവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയോ മറച്ചു വയ്ക്കാനുള്ള ശ്രമങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ആശങ്ക ശക്തമായതോടെ പൊതുജനമധ്യത്തിൽ ലഭ്യമായിട്ടുള്ള തെളിവുകൾ അതിസൂക്ഷ്മമായിട്ടുള്ള വിശകലനങ്ങൾക്ക് വിധേയമാവാൻ തുടങ്ങി. ഈ പബ്ലിക് സ്ക്രൂട്ടിനികളുടെ ഭാഗമായി നിരവധി കോൺസ്പിറസി തിയറികളും അവിടെ നിന്ന് അങ്ങോട്ട് പുറത്തു വന്നു. അവയിൽ ആദ്യത്തെ കോൺസ്പിറസി തിയറി കെന്നഡി വധം ഒരു ഇൻസൈഡ് ജോബാണ് എന്നതായിരുന്നു. ശീതയുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന 1960കളിൽ CIA ലോകത്ത് എവിടെയും എന്തും ചെയ്യാൻ മടിക്കാത്ത ഷാഡോ ഗവൺമെൻറ്റായി മാറിക്കഴിഞ്ഞിരുന്ന സമയത്താണ് ജോൺ എഫ് കെന്നഡി അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നത്. തങ്ങളുടെ അപ്രമാദിത്വത്തിന് കടിഞ്ഞാണിട്ട കെന്നഡിയോടുള്ള പക തീർക്കാൻ വേണ്ടി CIA-ക്കുള്ളിലെ തന്നെ ഒരു സംഘം വിമതർ ആസൂത്രണം ചെയ്തതാണ് ഈ കൊലപാതകം എന്നാണ് ഒരു ഗൂഢാലോചന സിദ്ധാന്തം പറയുന്നത്. ഈ ഒരൊറ്റ ആംഗിൾ വിശദീകരിക്കുന്ന നിരവധി പുസ്തകങ്ങളും സിനിമകളും ഡോക്യുമെൻ്ററികളുമൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം സുപ്രസിദ്ധ ജേർണലിസ്റ്റായിട്ടുള്ള ജിം മാർഷ് എഴുതി 1989 പുറത്തു വന്ന ക്രോസ് ഫയർ ദ പ്ലോട്ട് ദാറ്റ് കിൽഡ് കെന്നഡി എന്ന പുസ്തകമാണ്. കെന്നഡി വധക്കേസിൽ ക്രിമിനൽ വിചാരണ നടത്തിയ ഡിസ്ട്രിക്ട് അറ്റോർണി ആയിട്ടുള്ള ജിം ഗാരിസൺ എഴുതിയ ഓൺ ദ ട്രെയിൽ ഓഫ് ദ അസാസിൻസ് ആണ് CIA കോൺസ്പിറസി ആംഗിൾ വ്യക്തമാക്കുന്ന മറ്റൊരു പുസ്തകം. JFK ആൻഡ് അൺസ്പീക്കബിൾ എന്ന പുസ്തകം എഴുതിയ ജെയിംസ് W. ഡഗ്ലസ് വാദിക്കുന്നത് കോൾഡ് വാർ സമയത്തെ പൊതു അമേരിക്കൻ നയത്തിന് വിരുദ്ധമായി കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കുമായി സമാധാനത്തിൻ്റെ പാത പിടിക്കാൻ നോക്കിയതിൻ്റെ പേരിൽ CIA എങ്ങനെയാണ് കെന്നഡി വധിക്കാൻ ഗൂഢാലോചന ഇട്ടത് എന്നാണ്. അതുപോലെ ദ മെൻ ഹൂ കിൽഡ് കെന്നഡി, JFK ദ സ്മോക്കിംഗ് ഗൺ, JFK റീവിസിറ്റഡ്
ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ് എന്നിങ്ങനെ നിരവധി ഡോക്യുമെൻ്ററികളും കെന്നഡി വധത്തിലെ നിരവധി കോൺസ്പിറസി തിയറികൾ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്നവയാണ്. കെന്നഡിയുടെ പിൻഗാമിയായ അധികാരമേറ്റ ലിൻഡൻ ബി ജോൺസൺ വർഷങ്ങൾക്ക് ശേഷം ഒരു പത്രപ്രവർത്തകന് കൊടുത്ത അഭിമുഖത്തിൽ വളരെ രഹസ്യമായി സമ്മതിച്ചൊരു കാര്യം ഈ തിയറിയുടെ പശ്ചാത്തലത്തിൽ വളരെ പ്രസക്തമാണ്. കാസ്ട്രോയുടെ പ്രതികാരമാണ് കെന്നഡിയുടെ മരണത്തിന് കാരണമെന്നാണ് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നത് എന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. ലീ ഓസ്വാൾഡിൻ്റെ സോവിയറ്റ് ബന്ധങ്ങളും മറ്റും പ്രസക്തമാകുന്നത് ഈ ഒരു ആക്ഷേപത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. ആന്റണി സമ്മേഴ്സ് എഴുതിയ നോട്ട് ഇൻ യുവർ ലൈഫ് ടൈം എന്ന പുസ്തകം ഈ ഒരു ആംഗിളിനെ കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒന്നാണ്. ഈ ഒരു വാദം ശരിയാണെങ്കിൽ കെന്നഡിയുടെ മരണശേഷം അമേരിക്കൻ ഗവൺമെൻറ് നടത്തിയ ആ വലിയ ഒളിച്ചുകളികൾ യഥാർത്ഥത്തിൽ കൊലയാളികളെ സംരക്ഷിക്കാൻ വേണ്ടി ആയിരുന്നില്ല എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. മറിച്ച് മറ്റൊരു രാജ്യത്തിൻ്റെ തലവനെ വകവരുത്താൻ വേണ്ടി CIA നടത്തിയ നാണംകെട്ട നീക്കങ്ങൾ ഒടുവിൽ സ്വന്തം പ്രസിഡന്റ് ജീവനെടുത്തു എന്ന വലിയ നാണക്കേട് ഈ ലോകത്തിന് മുന്നിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടി, അങ്ങനെ ഒരു സത്യം ലോകം അറിഞ്ഞാൽ ഒരുപക്ഷെ അത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കോ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് സാഹചര്യത്തിലേക്കോ ഒക്കെ ലോകത്തെ കൊണ്ടുപോയേക്കാമെന്ന ഭീതിയിൽ അത് ഒഴിവാക്കാൻ വേണ്ടി ഒക്കെ അമേരിക്കൻ ഗവൺമെൻറ് ജനങ്ങളിൽ നിന്ന് അത് മറച്ചു വെച്ചുവെന്നും അതിനുവേണ്ടിയാണ് ലീ ഓസ്വാൾഡ് ഒറ്റയ്ക്കാണ് കെന്നഡിയെ കൊന്നുകളഞ്ഞത് എന്ന കഥ ഉണ്ടാക്കിയത് എന്നും കരുതുന്നവരുണ്ട്. പിന്നെയുള്ള മറ്റൊരു ഗൂഢാലോചന സിദ്ധാന്തം കെന്നഡിയെ വധിക്കാൻ ആളെ വിട്ടത് അമേരിക്കൻ മാഫിയയാണ് എന്നതാണ്. 1960 തെരഞ്ഞെടുപ്പിൽ ഇല്ലിനോയ് പോലെയുള്ള നിർണായക സംസ്ഥാനങ്ങളിൽ കെന്നഡിക്ക് വിജയം നേടിക്കൊടുത്തത് അമേരിക്കൻ മാഫിയയുടെ സ്വാധീനമായിരുന്നുവെന്ന് പറയപ്പെടുന്നു. തങ്ങൾ അധികാരത്തിലെത്തിയ പ്രസിഡന്റിൽ നിന്നും അവർ വലിയ സഹായങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്രേ. എന്നാൽ വൈറ്റ് ഹൗസിലെത്തിയ കെന്നഡി അവരെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, തൻ്റെ സഹോദരൻ റോബർട്ട് എഫ് കെന്നഡി ഉപയോഗിച്ച് അവർക്കെതിരെ തിരിയുകയും ചെയ്തു. അമേരിക്കൻ അറ്റോർണി ജനറലായിരുന്ന റോബർട്ട് കെന്നഡി സഹോദരനെ അധികാരത്തിലേറ്റാൻ സഹായിച്ച അതേ മാഫിയ തലവന്മാർക്കെതിരെ അതിശക്തമായിട്ടുള്ള നിയമ പോരാട്ടങ്ങളാണ് പിന്നീട് അഴിച്ചുവിട്ടത്. അധികാരം കിട്ടിയതിന് പിന്നാലെ അതുവരെ ചെയ്ത സഹായങ്ങൾ മറന്ന് കെന്നഡി തങ്ങൾക്കെതിരെ നീങ്ങാൻ തുടങ്ങിയെന്ന് അധോലോകത്തിന് തോന്നി. അതിൽ ക്രുദ്ധരായിട്ടുള്ള മാഫിയയാണ് ഒന്നോ അതിലധികമോ ഷൂട്ടർമാരെ ഏർപ്പെടുത്തി ആദ്യം കെന്നഡിയെ തീർത്തത് എന്നും പിന്നാലെ ജാക്ക് റൂബിയെ പോലെ ഒരാളെ ഉപയോഗിച്ച് ലീ ഓസ്വാൾഡിനെ കൂടി ഇല്ലാതാക്കിയത് എന്നും ഈ തിയറി പറയുന്നു. അടുത്ത കോൺസ്പിറസി തിയറി വിരൽ ചൂണ്ടുന്നത് കെന്നഡിയുടെ കൊലപാതകം കൊണ്ട് ഏറ്റവും അധികം പ്രയോജനം സിദ്ധിച്ചിട്ടുള്ള ഒരാൾക്ക് നേരെയാണ്. ആ വ്യക്തിയാണ് കെന്നഡി വധത്തെ തുടർന്ന് പ്രസിഡന്റായ ലിൻഡൻ ബി ജോൺസൺ. അങ്ങേയറ്റം തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു LBJ. 1963 ആയപ്പോഴേക്കും വൈസ് പ്രസിഡന്റ് എന്ന തൻ്റെ ഒതുക്കപ്പെട്ട സ്ഥാനത്തിൽ LBJ കടുത്ത നിരാശയിലായിരുന്നു. പോരാത്തതിന് 64 അടുത്ത തെരഞ്ഞെടുപ്പിൽ കെന്നഡി അദ്ദേഹത്തെ പദവിയിൽ നിന്ന് നീക്കാൻ പോവുകയാണ് എന്ന അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. ടെക്സസിലെ എണ്ണ രാജാക്കന്മാരുമായും ഡാലസ് പോലീസുമായും വിയറ്റ്നാം യുദ്ധം വ്യാപിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്ന മിലിറ്ററി കോൺട്രാക്ടർമാരുമായും LBJക്ക് വളരെ അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്നു. തൻ്റെ സ്വന്തം തട്ടകമായിട്ടുള്ള ടെക്സസിൽ വെച്ച് കെന്നഡിയെ ഇല്ലാതാക്കി അധികാരം പിടിച്ചെടുക്കാൻ LBJ നടത്തിയൊരു വലിയ ഗൂഢാലോചനയാണ് ഇതെന്നാണ് ഈ തിയറി ആരോപിക്കുന്നത്. പുതിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം വാറൻ കമ്മീഷനെ നിയമിച്ചതും അന്വേഷണം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തി ഒടുവിൽ എല്ലാ കുറ്റവും ഓസ്വാൾഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തതും ഈ സംശയത്തിൻ്റെ ആഴം കൂട്ടുന്നു. കെന്നഡിയുടെ മരണം സ്ഥിരീകരിച്ച മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ചോര ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ LBJ കാണിച്ച ഒരു തിടുക്കമുണ്ട്. കെന്നഡിയുടെ മൃതദേഹവുമായി എയർഫോഴ്സ് 1 വിമാനം ഡാലസ് എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അതേ വിമാനത്തിൽ വെച്ച് തന്നെ ലിൻഡൻ ബി ജോൺസൺ ധൃതി പിടിച്ച് അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരുന്നു. ലിൻഡൻ ബി ജോൺസൺ ഇങ്ങനെ സത്യപ്രതിജ്ഞ ചൊല്ലുമ്പോൾ അദ്ദേഹത്തിന് തൊട്ടടുത്തായിട്ട് കെന്നഡിയുടെ വിധവ ജാക്കുലിൻ ചോര പുരണ്ട വസ്ത്രങ്ങളോടെ അതും കേട്ട് ഏറെ നിസ്സംഗ ഭാവത്തോടെ നിൽപ്പുണ്ടായിരുന്നു. കട്ടിലൊഴിയാൻ കാത്തു നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ. കെന്നഡി വധത്തെക്കുറിച്ച് ഗവൺമെൻറ് പറയുന്ന കഥകളിന്മേലുള്ള ജനങ്ങളുടെ അവിശ്വാസം 1991 അതിൻ്റെ പാരമ്യത്തിലെത്തി. ഒലിവർ സ്റ്റോൺ സംവിധാനം ചെയ്ത 3 മണിക്കൂർ നീളമുള്ള JFK എന്ന് പേരിട്ട ഒരു ഹോളിവുഡ് കോൺസ്പിറസി ത്രില്ലർ ഈ അവിശ്വാസം ആളിക്കത്തിക്കുന്നതിൽ നിർണായകമായി. ജിം മാർഷ് എഴുതിയ ക്രോസ് ഫയർ ദ പ്ലോട്ട് ദാറ്റ് കിൽഡ് കെന്നഡി എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഈ ചലച്ചിത്രം നിർമ്മിക്കപ്പെട്ടത്. ഈ സിനിമയിൽ കെന്നഡി വധക്കേസിൽ ക്രിമിനൽ വിചാരണ നടത്തിയ ഡിസ്ട്രിക്ട് അറ്റോർണി ജിം ഗാരിസനായിട്ട് വേഷമിട്ട കെവിൻ കോസ്റ്റ്നറുടെ പ്രകടനം ഏറെ ശ്രദ്ധേയമായി. കെന്നഡി വധത്തിനു പിന്നിൽ US ഗവൺമെൻറ്റിലെ ഉന്നതരും CIA-യും FBI-യും രഹസ്യാന്വേഷണ വിഭാഗവും സൈന്യവും മാഫിയകളും എന്തിന് അമേരിക്കയുടെ 36ാമത് പ്രസിഡന്റ് ലിൻഡൻ ബി ജോൺസൺ അടക്കമുള്ളവരും ചേർന്ന് നടത്തിയ സങ്കീർണമായിട്ടുള്ളൊരു ഗൂഢാലോചനയുണ്ട് എന്ന് ഈ ചിത്രം യാതൊരു മറയും കൂടാതെ ആരോപിച്ചു. വിയറ്റ്നാമിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനും ശീതയുദ്ധത്തിൽ അയവ് വരുത്താനുമുള്ള കെന്നഡിയുടെ ഉദ്ദേശങ്ങളും അത് അമേരിക്കൻ യുദ്ധങ്ങളിൽ നിന്നും അതിഭീകരമായിട്ട് ലാഭം കൊയ്യുന്ന ശക്തികൾക്ക് ഉണ്ടാക്കുമായിരുന്ന നഷ്ടവുമാണ് അദ്ദേഹത്തിൻ്റെ കൊലപാതക കാരണമായിട്ട് ഈ സിനിമ അവതരിപ്പിക്കുന്നത്. ഇത് സ്റ്റോൺ അവതരിപ്പിച്ചത് ആരെയും അമ്പരപ്പിക്കുന്ന വിധത്തിലായിരുന്നു. യഥാർത്ഥ വീഡിയോ ഫുട്ടേജുകൾ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അവയെ ആർക്കൈവ് വീഡിയോകൾ കൂടി സംയോജിപ്പിച്ച് എഡിറ്റിംഗ് സങ്കേതങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് സിനിമ ജനങ്ങളെ കയ്യിലെടുത്തത്. ഈ സിനിമയിൽ കാണിക്കുന്ന മിസ്റ്റർ എക്സിനെ പോലെ വളരെ ഭയപ്പാടോടുകൂടി രഹസ്യവിവരങ്ങൾ നൽകുന്ന സാക്ഷികളും
ഔദ്യോഗിക ഭാഷ്യമായിരുന്ന സിംഗിൾ ബുള്ളറ്റ് തിയറിയെ പൊളിച്ചെടുക്കുന്ന കോട്ടും രംഗങ്ങളും സർക്കാരിൻ്റെ ഭാഷ്യത്തെ പരിഹാസ്യമാക്കി. സിനിമ അവർ അവസാനിപ്പിക്കുന്നത് 2029 വരെ ഈ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ പൊതുജനമധ്യത്തിൽ നിന്ന് സുരക്ഷിതമായി സീൽ ചെയ്ത് വയ്ക്കും എന്ന ടൈറ്റിൽ കാർഡ് കാണിച്ച് ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ്. ഈ സിനിമയോടുള്ള പ്രതികരണം എന്ന നിലയിൽ തന്നെ 1992 അമേരിക്കൻ ഗവൺമെൻറ് പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി അസാസിനേഷൻ റെക്കോർഡ്സ് കളക്ഷൻ ആക്ട് എന്നൊരു നിയമം തന്നെ പാസ്സാക്കുന്നു. ഈ ആക്ട് പ്രകാരം സർക്കാരിന് വിവരങ്ങളെ രഹസ്യമാക്കി വെക്കാൻ കഴിയില്ല. കെന്നഡി വധവുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് രേഖകൾ അതോടെ ഡീക്ലാസിഫൈ ചെയ്ത് ജനങ്ങൾക്ക് എത്തിക്കണമായിരുന്നു. അതോടെ പ്രസിഡന്റ് ക്ലിന്റൺ നോമിനേറ്റ് ചെയ്ത ജഡ്ജ് ടെൻഹൈം അസാസിനേഷൻ റെക്കോർഡ്സ് റിവ്യൂ ബോർഡിൻ്റെ ചെയർമാനാവുന്നു. ഔദ്യോഗിക രേഖകൾ പരിശോധിച്ച ടെൻഹൈം കമ്മിറ്റിയെ കാത്തിരുന്നത് പൊരുത്തക്കേടുകളുടെയും ഒരു സർക്കാർ കവറപ്പിൻ്റെയും സംസാരിക്കുന്ന തെളിവുകളായിരുന്നു. സർക്കാർ പുറത്തുവിട്ട ഔദ്യോഗിക ഓട്ടോപ്സി വിവരങ്ങൾ കെന്നഡിയുടെ മരണത്തിന് ശേഷം ഡാലസിലെ ആശുപത്രിയിലെ ഡോക്ടർമാരും സർജന്മാരും കാണുകയും രേഖപ്പെടുത്തുകയും ചെയ്ത യഥാർത്ഥ ഓട്ടോപ്സിക്ക് വിരുദ്ധമായിരുന്നു. മുറിവുകളെക്കുറിച്ചുള്ള വിവരണങ്ങൾ പോലും തിരുത്തപ്പെട്ടിരുന്നു. ചിത്രങ്ങളിൽ കാര്യമായ മാറ്റങ്ങളും വരുത്തിയിരുന്നു. ഇതിനേക്കാളൊക്കെ അത്ഭുതകരമായിട്ട് അവർ കണ്ടെത്തിയത് കെന്നഡിയുടെ യഥാർത്ഥ തലച്ചോർ നാഷണൽ ആർക്കൈവ്സിൽ നിന്ന് നഷ്ടമായിരിക്കുന്നു എന്നതാണ്. സംഭവം നടന്ന ദിവസത്തെ യഥാർത്ഥ പര്യടന റൂട്ടും നിരീക്ഷണ വീഡിയോകളും അടക്കമുള്ള നിർണായകമായ തെളിവുകൾ പലതും സീക്രട്ട് സർവീസുകാർ നശിപ്പിച്ചുവെന്നും കമ്മീഷൻ കണ്ടെത്തി. കെന്നഡി വധത്തിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്ന ഗൂഢാലോചന ഒലിവർ സ്റ്റോണിന്റെ സിനിമയിൽ അവതരിപ്പിക്കപ്പെട്ടത് ഒരൽപ്പം സെൻസേഷണൽ ആയിട്ടാകാം. എന്നാൽ അത് പുറത്തു കൊണ്ടുവന്ന സത്യത്തിന് ഒരു സെൻസേഷണലിസത്തിൻ്റെയും അലങ്കാരം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 30 വർഷത്തോളമായി അമേരിക്കൻ ഗവൺമെൻറ് ഈ വിഷയത്തിൽ ജനങ്ങളോട് പച്ചക്കള്ളമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നതായിരുന്നു ആ സത്യം. കെന്നഡി വധവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളത് 1963 മുമ്പുള്ള ഓസ്വാൾഡിൻ്റെ സർവൈലൻസ് സമ്മറികളും ഡിപ്ലോമാറ്റിക് കൗണ്ടർ ഇൻ്റലിജൻസ് അസസ്മെൻറ്റുകളും FBI റിപ്പോർട്ടുകളും ഇൻ്റലിജൻസ് ഏജൻസികളും ഗവൺമെൻറ്റും തമ്മിൽ നടന്നിട്ടുള്ള ഇൻ്റേണൽ കറസ്പോണ്ടൻസും അടക്കമുള്ള മില്യൺ കണക്കിന് പേജ് ഡീക്ലാസിഫൈഡ് ഇൻഫർമേഷനാണ്. ഇത്രയധികം തെളിവുകളെ ഇത്രയും കാലം കൊണ്ട് പലരും ആഴത്തിൽ പഠിക്കാനും വിശകലനം ചെയ്യാനും ശ്രമിച്ചിട്ടും ഇന്നും ഔദ്യോഗിക ഭാഷമായിട്ടുള്ള സിംഗിൾ ഷൂട്ടർ 3 ബുള്ളറ്റ്സ് തിയറിയെ ഖണ്ഡിച്ചുകൊണ്ട് തെളിവുകളാൽ സാധൂകരിക്കപ്പെടുന്ന മറ്റൊരു കൃത്യമായ വിശദീകരണവും കെന്നഡിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നിട്ടില്ല. സംഭവിച്ചത് എന്താണെന്ന കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതയും വന്നിട്ടില്ല എങ്കിലും ഒരു കാര്യത്തിൽ അമേരിക്കയിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കെന്നഡി വധത്തെ സംബന്ധിച്ച് ഗവൺമെൻറ് തങ്ങളോട് എന്തൊക്കെയോ ഒളിച്ചു വച്ചിട്ടുണ്ട് എന്ന്. അന്ന് നടന്നു എന്ന് ഗവൺമെൻറ് പറഞ്ഞതൊക്കെയും പച്ചക്കള്ളമാണ്. ആ അർത്ഥത്തിൽ ഇന്ത്യക്ക് 63 വർഷം മുമ്പ് നടന്ന ഈ ഹൈ പ്രൊഫൈൽ കൊലപാതകമാണ് അമേരിക്കൻ ജനതയ്ക്ക് തങ്ങളുടെ ഭരണ സംവിധാനത്തിനുമേലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായ ആദ്യത്തെ സംഭവം. സർക്കാർ പ്രൊപ്പഗാൻഡ എന്ത് തന്നെ ആയാലും ഒരു ജനാധിപത്യ സർക്കാർ അതിനെ തിരഞ്ഞെടുത്ത ജനങ്ങളോട് അസത്യം പറഞ്ഞാൽ തങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് അവർക്ക് തോന്നാനിടയുണ്ട്. അത് ജനങ്ങളിൽ വല്ലാത്തൊരു പാരനോയ ഉണ്ടാക്കും. ഇന്നത്തെ അമേരിക്കയിലെ മോഡേൺ കൺസ്പിറസി കൾച്ചറിന് അടിത്തറ പാകിയത് ജോൺ എഫ് കെന്നഡിയുടെ മരണത്തിന് ശേഷം സർക്കാർ നടത്തിയ ഈ കൗറപ്പുകൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. വെടിയേറ്റ് കൊല്ലപ്പെടുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് അല്ലായിരുന്നു ജോൺ എഫ് കെന്നഡി. അമേരിക്കയിൽ കൊലയാളികളുടെ തോക്കിനിരയായ അവസാനത്തെ സെലിബ്രിറ്റി ഭരണപ്രമുഖനും കെന്നഡിയല്ല. കെന്നഡിക്ക് ശേഷം 1968 ഏപ്രിലിൽ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറും അതേ വർഷം തന്നെ ജൂണിൽ കെന്നഡിയുടെ സഹോദരൻ റോബർട്ട് കെന്നഡിയും വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നീട് 1976 ജെറാൾഡ് ഫോർഡിന് നേരെയും 81 റൊണാൾഡ് റീഗന് നേരെയും ഏറ്റവും ഒടുവിലായി 2024 തെരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ച് നിലവിലെ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന് നേരെ വരെയും വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് അമേരിക്കയിൽ. ഈ ആക്രമണങ്ങളിൽ പലതിലും വെടിയുതിർത്തിട്ടുള്ളത് അസ്വസ്ഥരായിട്ടുള്ള ലോൺ ആക്ടേഴ്സ് ആണ് എന്ന അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളുടെ വിശദീകരണം പലപ്പോഴും ഒട്ടും വിശ്വസനീയമല്ല. ചുരുക്കത്തിൽ പുറമേക്ക് എല്ലാവരും കാണുന്ന സ്റ്റേറ്റിലും അദൃശ്യമായ ചരടുകൾ കൊണ്ട് അതിനെ നിയന്ത്രിക്കുന്ന ഭരണാധികാരികളെ കൊണ്ട് തോൽപ്പാവക്കൂത്ത് നടത്തിക്കുന്ന ഡീപ് സ്റ്റേറ്റിനുമിടയിൽ ജനങ്ങളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള തിരനാടകങ്ങൾ ഇനി അങ്ങോട്ടും നിർബാധം തുടർന്നു പോവുക തന്നെ ചെയ്യും. മറ്റു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.